ഹലോ, ഹലോ എവരിവൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിമ്പിൾ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിക്കുന്ന വെബിനാറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളെല്ലാവരും സന്തോഷം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലെ? സന്തോഷവാന്മാരായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ആയതുകൊണ്ട് തന്നെ എന്താണ് സന്തോഷം, എന്താണ് അതല്ലെങ്കിൽ ഹാപ്പിനെസ് എന്നൊക്കെയുള്ള വളരെ മനോഹരമായിട്ടുള്ള ചില ചർച്ചകളാണ് ഇന്നത്തെ നമ്മുടെ വെബിനാറിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. ഒരുപാട് മനുഷ്യന്മാരുമായിട്ട് ഓരോ ദിവസവും ഇടപഴകി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അപ്പൊ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് നമ്മളിൽ പലർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും ആ ഒരു നമ്മുടെ മാറ്റത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പലപ്പോഴും സാധിക്കാറില്ല. പക്ഷെ ആ ആഗ്രഹത്തിനൊത്ത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരുപാട് വഴികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം വഴികളിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന, അത്തരം മാറ്റങ്ങളിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്ന, മാറാൻ പ്രേരിപ്പിക്കുന്ന, മാറാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി നമുക്ക് ഗൈഡൻസുകൾ നൽകുന്ന ചില വെബിനാറുകളോ ചില സെഷനുകളോ ആയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള സെഷനുകളെ നമുക്ക് കാണാം. ഡോക്ടർ യൂനുസ് സാറിന്റെ നിരന്തരമായിട്ട് നടത്തി വരുന്ന മൺഡേകളിലെ സെഷനിൽ ഒന്നാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ. അപ്പോ ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ നമ്മളിൽ ഒരു മാറ്റം, നമ്മളിൽ ഒരു നവീകരണം, നമ്മളിൽ ഒരു സംസ്കരണം നമുക്ക് കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെ അനുദിനം നമ്മൾ അപ്ഡേറ്റഡ് ആകുന്ന, നമ്മൾ ചേഞ്ച് ആകുന്ന, നമ്മൾ ട്രാൻസ്ഫോം ആകുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഈ ഒരു സീരീസിന് നേതൃത്വം വഹിക്കുന്ന ഡോക്ടർ യൂനുസ് സാറിന് എല്ലാവിധ സന്തോഷങ്ങളും സ്നേഹങ്ങളും വിമ്പിൾ അക്കാദമിയുടെ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ യൂനുസ് സാറിന്റെ സെഷനുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയും അതിന്റെ ചർച്ചകൾക്ക് വേണ്ടി ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ട എല്ലാ ലേണേഴ്സിനെയും ഈ ഒരു സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയും ഒപ്പം തന്നെ ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്നതിലുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ നിങ്ങളെ അറിയിക്കാൻ ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുകയാണ്. എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ യൂനുസ് സാറിനെ വളരെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഡോക്ടർ യൂനുസ് സാർ, പ്ലീസ്. ഗുഡ് ഈവനിങ് ആൾ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ എന്താ പറയാ, ജീവിതത്തിന്റെ ഓരോ സമയങ്ങള്, നമുക്ക് വേണ്ടപ്പെട്ട സമയങ്ങൾ നമ്മളിങ്ങനെ ഉപയോഗിച്ചും ഒരുപാട് കാര്യങ്ങൾ ചെയ്തും നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ എത്രത്തോളം നമ്മൾ നമ്മുടെ സമയത്തെ നന്നായിട്ട് ഉപയോഗിക്കുന്നു, അത്രത്തോളം നമുക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും നേടാനും അത് ഉപകരിക്കുന്ന രീതിയിലേക്ക് മറ്റുള്ളവർക്ക് നൽകാനും നമ്മളെ കൊണ്ട് പറ്റും. സമയമാണെല്ലാം, അല്ലെ? സമയത്തിന്റെ അനുസരിച്ചാണ് നമ്മുടെ ജീവിതം എല്ലാം തിട്ടപ്പെടുത്തി അല്ലെങ്കിൽ ക്രമപ്പെടുത്തി വെച്ചിട്ടുള്ളത്. നമ്മൾ രാവിലെ എണീക്കുന്നത്, രാത്രി കിടന്നുറങ്ങുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, കുടുംബമായിട്ട് ചെലവഴിക്കുന്നത്, ജോലിയിൽ സമയം ചെലവഴിക്കുന്നത്, ബിസിനസ്സിൽ സമയം ചെലവഴിക്കുന്നത്, എല്ലാ കാര്യങ്ങളിലും നമുക്ക് സമയത്തിന് ഒരു ഭയങ്കരമായ ഒരു റോളുണ്ട്. അപ്പൊ സമയത്തിലേക്ക് നമ്മൾ നമ്മളെ കൊണ്ടുപോകുന്ന സമയത്ത്, സമയം, ടൈം എന്ന് പറയുന്ന കാര്യത്തിലേക്ക് നമുക്ക് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താ? സമയമാണല്ലോ ഏറ്റവും വലുത്, അല്ലെ? സമയം എന്ന് പറയുന്നതിനനുസരിച്ചാണ് നമ്മുടെ നമ്മുടെ എന്താ പറയാ, ചില കാര്യങ്ങൾ നമ്മൾ തിരക്കാണ്, ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ, ആഗ്രഹങ്ങളുണ്ട്, നേടാൻ പറ്റുന്നില്ല. അതെനിക്ക് ചെയ്യണം, പക്ഷെ എനിക്ക് സമയം കിട്ടുന്നില്ല. അതിനുവേണ്ടി പണിയെടുക്കാനും വർക്ക് ചെയ്യാനും ഒക്കെ ഉള്ള എല്ലാ സാഹചര്യങ്ങളും എനിക്കുണ്ട്, സമയം കിട്ടുന്നില്ല. അവരെ കാണാൻ എനിക്ക് പറ്റാറില്ല, കാരണം സമയമില്ല.
അവരെ വിളിക്കാൻ എനിക്ക് പറ്റാറില്ല, കാരണം സമയമില്ല. എന്തിന്റെയും കാരണം അടിസ്ഥാനങ്ങളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് വരാറുള്ളത് സമയമില്ലായ്മയാണ്, ടൈമില്ല. അപ്പോ സമയം ഇല്ലാതാകുന്ന സമയത്ത് സമയമില്ല, നമുക്കൊരു കാര്യം പറയാനോ ചെയ്യാനോ സമയമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ച് ഇവിടെ കുറച്ച് ആളുകൾ വന്നിട്ടുള്ളത്. അതിപ്പോ 2 പേരായാലും 5 പേരായാലും ഇപ്പോ ഉള്ളത് ഏകദേശം എത്ര 34 പേരാണ്. 34 പേരായാലും നമ്മുടേതായ ഒരു സമയത്തെ ക്രമീകരിച്ചുകൊണ്ടാണ് നമ്മളിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ജസ്റ്റ് ഗ്രൂപ്പുകളിൽ നമ്മൾ ഇട്ടിരുന്നു അല്ലെ, ചെറിയ ഒരു സ്റ്റെപ്പ് ആണെങ്കിൽ പോലും നമ്മളിൽ മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇത്തരം ഇൻവിറ്റേഷൻസ് സ്വീകരിക്കാൻ പറ്റുള്ളൂ അല്ലെ. നമ്മളിപ്പോ ഒരു ഫ്രീ വെബിനാർ ആണ്. പല ആളുകളും പറയാറുണ്ട്, ഞാൻ ഗ്രൂപ്പ് ഒന്നും നോക്കാറില്ല, അതുകൊണ്ട് മെസ്സേജ് ഒന്നും കാണാറില്ല, കാരണം തിരക്കാണ്, സമയമില്ല. അപ്പൊ ഇതിന്റെ ഒക്കെ ഇടക്ക് ആ ഗ്രൂപ്പ് നോക്കി അപ്ഡേറ്റഡ് ആവുന്ന ക്ലാസ്സുകൾ നോക്കി അതിൽ നമുക്ക് വേണ്ടത് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മുടെ സമയത്തെ ക്രമീകരിച്ച് വന്ന ഓരോ ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പൊ അത്തരം ആളുകളിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനുണ്ട്. കാരണം എന്തൊക്കെയോ ആഗ്രഹിച്ച് എന്തൊക്കെയോ ഒരു ഒരു കാര്യത്തെ പ്രതീക്ഷിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ആ പ്രതീക്ഷകളിലേക്ക് നമ്മളെ കംപ്ലീറ്റ്ലി കൊടുക്കാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാവണം. അതായത് ഈ ഒരു സിറ്റുവേഷനിലേക്ക്, ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷയത്തിലേക്ക് നമ്മളെ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യാൻ നമ്മൾ മനസ്സിൽ എല്ലാവരും ഒന്ന് വിചാരിക്കണം. നമ്മൾ ചുറ്റുപാടുള്ള പല കാര്യങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. പല കാര്യങ്ങൾ ഇങ്ങനെ നമ്മള് പുറത്ത് യാത്രയിലായിരിക്കാം, ചിലപ്പോൾ വീട്ടിൽ ചില മക്കളും ഉള്ളൊരു ചുറ്റുപാടിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കിന്റെ ഇടയിലായിരിക്കും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുക. വാട്ട് എവർ എന്തൊക്കെയാണെങ്കിൽ നമ്മൾ അതിന് സമയം ചെലവഴിച്ചിരിക്കുന്നുണ്ട്. സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ, എല്ലാത്തിലും തിരക്കുള്ള കാലഘട്ടത്തിൽ എനിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഒരു 1 hour മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ്, അത് ചെറിയൊരു കാര്യമല്ല. അപ്പൊ നമ്മൾ എത്ര തിരക്കാണെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടണം. അപ്പൊ അതിന് നമ്മൾ എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. ഈ വന്ന ഓരോരുത്തർക്കും എന്താണ് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരുപാട് വലിയൊരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. കാരണം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ചില കാര്യങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന ചില കാര്യങ്ങൾ ഒന്നാണ്, നമുക്ക് വേണ്ടി സംസാരിക്കുന്ന സമയത്ത്, എനിക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സംസാരിക്കുന്ന സിറ്റുവേഷൻസിൽ, അല്ലെങ്കിൽ അത്തരം സദസ്സുകളിൽ, അത്തരം എന്താ പറയുക പ്രോഗ്രാമുകളിൽ വന്ന് കുറച്ച് സമയം ചെലവഴിച്ച് സമയത്തെ ഇൻവെസ്റ്റ് ചെയ്ത്, നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ കുറെ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ സമയത്തെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത് വളരെ കുറവാണ്. കാരണം സമയത്തെ ഇൻവെസ്റ്റ് ചെയ്യാനാണ് എല്ലാവർക്കും പ്രശ്നം. അപ്പൊ ആ സമയത്തെ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ഗ്രേറ്റ് എഫേർട്ട് ആയിട്ട് തന്നെ അത് കാണണം. സോ അതിലേക്ക് തന്നെയാണ് നമ്മൾ വരുന്നത്, ഹാപ്പിനെസ്. അപ്പൊ നമ്മുടെ ഒരു ഹാപ്പിനെസ് ആണ് ഇതൊക്കെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എന്റെ സന്തോഷം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ എന്റെ സന്തോഷം ഇതാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സന്തോഷം? നമ്മളൊക്കെ സന്തോഷം തേടുന്ന ആൾക്കാരാ, സന്തോഷം തേടികൾ എന്ന് ഞാൻ പറയില്ലേ. എല്ലാ മനുഷ്യരും സന്തോഷം, സമാധാനം ഇതിനൊക്കെ തേടുന്ന ആൾക്കാരാണ്. അപ്പൊ സമാധാനത്തെ തേടുന്ന ആളുകൾക്ക് എങ്ങനെയായിരിക്കണം, സന്തോഷത്തെ തേടുന്ന ആളുകൾ എങ്ങനെയായിരിക്കണം? അപ്പൊ സന്തോഷം എന്ന് പറയുന്ന സംഭവം എന്താ യഥാർത്ഥത്തിൽ? സന്തോഷത്തിൽ കിട്ടണമെങ്കിൽ നമുക്ക് എന്താണ്, എല്ലാവരും പറയില്ലേ സമാധാനം ഉണ്ടാവണം, സമാധാനം ഉണ്ടായാലേ സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന് ചില ആളുകൾ പറയാറുണ്ട്. സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാം നേടുമ്പോൾ നമ്മൾ കിട്ടുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചത് നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു ഫീലാണ് സന്തോഷം, അല്ലെ? അപ്പൊ സന്തോഷം എന്ന് പറയുന്ന സമയത്ത് സന്തോഷം എന്താണ് ഒന്ന് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ലൈഫിൽ എന്ത് നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നോ അതിൽ നമുക്ക് സന്തോഷം ഉണ്ടാവും. അപ്പൊ സന്തോഷം എന്ന് പറയുന്ന കാര്യം എന്താണ്? സന്തോഷം എന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്, ഒരു ഇമോഷണൽ വെൽബീയിങ്. നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇമോഷൻസ് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന പല കാര്യങ്ങളിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന, നമ്മുടെ ഉള്ളിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്ന പല രീതികളുണ്ട്. അത് ഒരു പക്ഷേ ചിലപ്പോൾ മൊമെന്ററി ആയിരിക്കും, പെട്ടെന്ന് നടക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ചിലപ്പോൾ സന്തോഷം കിട്ടുമ്പോൾ മൊമെന്ററി ആയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ചിരിക്കും. പെട്ടെന്ന് ചെയ്യുന്ന ചിരിക്കുക.
അപ്പൊ ആ ചിരി എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഓരോ ആളുകളെ മുഖത്തും ഉണ്ടാവണം. കാരണം ചിരിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു എഫേർട്ടും ഇല്ലാണ്ട് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹാപ്പിനെസ് ആണ്. അപ്പൊ ഈ ഹാപ്പിനെസിന്റെ ഒരു മൊമെന്ററി ആയിട്ടുള്ള ഒരു സാധനമാണ് എന്ത്? ചിരിക്കുക. സസ്റ്റെയിൻഡ് ആയിട്ടൊരു സാധനമുണ്ട്. രണ്ട് കാര്യമാണുള്ളത്. മൊമെന്ററി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, സസ്റ്റെയിൻഡ് ആയിട്ടൊരു കാര്യം ചെയ്യാൻ. സസ്റ്റെയിൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിലനിൽക്കുന്ന ഒരു കാര്യം. ഈ നിലനിൽക്കുന്ന കാര്യം എവിടെ ഉണ്ടാവുക? നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടാവുക. അപ്പൊ ചില കോമഡി കാണുന്ന സമയത്ത് നമ്മൾ ചിരിക്കും. ഭയങ്കര വിഷമത്തിലാണെങ്കിൽ പോലും നമ്മൾ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ചില തമാശകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചു പോകും. കാരണം നല്ല വിഷമത്തിലൊക്കെ ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ സങ്കടപ്പെട്ടായിരിക്കും. അപ്പൊ നമ്മുടെ ചുറ്റുപാടുള്ള ചില ആളുകൾ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾ, നമ്മൾ കംഫർട്ട് ചെയ്യുന്ന ചില ആളുകൾ, ഇവർ നമ്മുടെ അടുത്തോട്ട് വന്നിട്ട് പല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, തമാശകൾ പറയുമ്പോൾ ഒക്കെ നമ്മൾ അറിയാണ്ട് അവർ കൂടി ചിരിച്ചു പോകും. കാരണം അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റും നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കംഫർട്ട് സോണൊക്കെ ആകുന്ന സമയത്ത് മൊമെന്ററി ആയിട്ട് അത്തരം ഹാപ്പിനെസ്സുകൾ നമുക്ക് വരും. പക്ഷെ മൊമെന്ററി ആയിട്ട് ഹാപ്പിനെസ്സിന് പ്രത്യേകത എന്താണ്? അത് ടെമ്പററി ആണ്, താൽക്കാലികം, ഒരു താൽക്കാലിക ആശ്വാസമാണ്. ചില വലിയ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ചെറിയ ചെറിയ തമാശകളും ചിരികളും വരുമ്പോൾ എവിടേക്കോ നമുക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ ചെറിയ രീതിയിലൊക്കെ കിട്ടും. പക്ഷെ സസ്റ്റെയിൻഡ്, നിലനിൽക്കുന്ന ഒരു സന്തോഷം, അവിടെയാണ് നമ്മുടെ റിയൽ ഹാപ്പിനെസ് എന്നുള്ള വേർഡ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ സസ്റ്റെയിൻഡ് ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എന്നും നിലനിൽക്കണം, അല്ലേ? നമ്മുടെ സന്തോഷം എന്നും നിലനിൽക്കണം. അപ്പൊ നമ്മുടെ സന്തോഷം എന്നും നിലനിൽക്കണമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടായിരിക്കണം. എല്ലാ സമയത്തും എന്ത് കാര്യം ചെയ്യുമ്പോഴും സന്തോഷം ഉണ്ടാവണം. വീട്ടിൽ നിന്ന് രാവിലെ എണീക്കുന്ന സമയത്ത് ഒന്ന് ഉറങ്ങി രാവിലെ എണീക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവണം. രാവിലെ എണീറ്റിട്ട് നടക്കാൻ പോകുന്നുണ്ടോ, വർക്കൗട്ടിന് പോകുന്നുണ്ടോ, സന്തോഷം ഉണ്ടാവണം. അതേപോലെ തന്നെ ഭാര്യയെ കാണുന്ന സമയത്ത് സന്തോഷം ഉണ്ടാവണം. ഭാര്യയെ കാണുമ്പോൾ സന്തോഷം ഉണ്ടാവുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കണം നമുക്കല്ലേ. ഭാര്യയെ കാണുന്നത് സന്തോഷം ഉണ്ടാവണം. ഭർത്താവിനെ കാണുമ്പോഴും ഇതേ ഒരു ഇമോഷനാണ്, സന്തോഷം ഉണ്ടാവുന്നുണ്ടോ? ഭാര്യയെ കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവണം, ഭർത്താവിനെ കാണുമ്പോൾ സന്തോഷം ഉണ്ടാവണം, മക്കളെ കാണുമ്പോൾ സന്തോഷം ഉണ്ടാവണം. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ വീട്ടിലെ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ സന്തോഷം ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ ആ ജോലിയിൽ സന്തോഷം ഉണ്ടാവണം. ആ ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഓരോ വിഷയത്തിലും സന്തോഷം. കുളിക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സ് മാറ്റുക, അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഒന്ന് ഒരുങ്ങുന്നതിൽ ഒരു ഒരുക്കം ഉണ്ടല്ലോ നമുക്ക്, ആ ഒരുക്കത്തിൽ വരെ നമുക്കൊരു സന്തോഷം, ഹാപ്പിനെസ് ഫീൽ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ നടന്നിട്ടാണ് പോകുന്നതെങ്കിൽ ആ ഓരോ നടത്തത്തിലും നമുക്കൊരു സന്തോഷം ഫീൽ ചെയ്യണം. ആ ജോലി ചെയ്യുന്നതിൽ നമുക്ക് സന്തോഷം ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ യാത്രകളിൽ സന്തോഷം ഉണ്ടാവണം. കാണുന്ന ആളുകളെ മീറ്റ് ചെയ്യുന്നതിൽ, സംസാരിക്കുന്നതിൽ, കുടുംബക്കാരുടെ അടുത്ത് എല്ലായിടത്തും നമുക്ക് സന്തോഷം ഉണ്ടാവണം. അപ്പൊ ഇങ്ങനെ പോകുന്ന ഒരു ദിവസത്തെ എല്ലാ കാര്യങ്ങളിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സന്തോഷം ഉണ്ടാവണം. ആർക്കാ ഭക്ഷണം കഴിക്കുമ്പോൾ സന്തോഷമുള്ളത്? ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എനിക്കും ഉണ്ടായിരുന്നു കുറെ കാലം അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ. ഇപ്പോഴും ചില സമയത്തൊക്കെ അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് ഒക്കെ വരാറുണ്ട്. അതായത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫോൺ നോക്കുക. ആ ഫോൺ നോക്കിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ TV കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുക. പക്ഷെ കൂട്ടത്തില് 3-4 പേര് ഇരുന്ന് അവരുടെ അടുത്തൊക്കെ സംസാരിച്ച് നമ്മൾ രസിച്ച് ആ ഒരു ഭക്ഷണം രുചിച്ച് ആസ്വദിച്ച് നമ്മൾ കഴിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവും. അങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളിലും സന്തോഷം എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് നമ്മൾ ഇതിനൊന്ന് ഇമാജിൻ ചെയ്യുക. എല്ലാവരും ഇമാജിൻ ചെയ്യുക, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. അപ്പൊ ഇവിടെ ഇമാജിൻ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മളെ നമ്മൾ നോക്കുക. ഞാൻ എന്ന് പറയുന്ന എന്നെ, ഞാൻ എത്രത്തോളം സന്തോഷമുണ്ട്, എനിക്ക് എത്രത്തോളം ഇതൊക്കെ ചെയ്യുമ്പോൾ സന്തോഷമുണ്ട്. അപ്പൊ സന്തോഷം എന്ന് പറയുന്നത് മൊമെന്ററി ആയിട്ടാണോ നമുക്ക് കിട്ടുന്നത്, സസ്റ്റെയിൻഡ് ആയിട്ട് സന്തോഷമാണോ നമുക്ക് കിട്ടുന്നത്? മൊമെന്ററി ആണെങ്കിൽ അത് ടെമ്പററി ആണ്, സസ്റ്റെയിൻഡ് ആണെങ്കിൽ അത് പെർമനന്റ് ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് ഹാപ്പിനെസ്? ഹാപ്പിനെസ് നമുക്ക് എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞുള്ളൂ. എന്താണ് ഹാപ്പിനെസ്? അപ്പൊ ഹാപ്പിനെസ് എന്ന് പറയുന്നതിൽ സന്തോഷം, ഇഷ്ടമുള്ള എന്ത് ചെയ്യുമ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാവും. ഇഷ്ടമുള്ള എന്ത് കാര്യത്തെയും നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത്, എനിക്ക് ഇങ്ങനെ നടക്കാൻ ഇഷ്ടമാണ്, വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു നല്ല വഴി, അല്ലെ, നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിദത്തമായ ഒരു വഴി, അപ്പുറത്ത് ഒരു തടാകമുണ്ട്, കുറെ മരങ്ങളുണ്ട്, അതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അത് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്.
ആ ഇഷ്ടമുള്ള കാര്യം അയാൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അയാൾക്ക് സന്തോഷത്തെ ഫീൽ ചെയ്യാൻ പറ്റും. ആ ഫീലിംഗ് പുറത്തോട്ട് കാണിക്കുന്നത് പല രീതിയിലായിരിക്കും. പാട്ട് പാടിയിട്ട് സന്തോഷിക്കുന്നവരുണ്ട്, ചിരിച്ചിട്ട് സന്തോഷിക്കുന്നവരുണ്ട്, തമാശകൾ പറഞ്ഞ് സന്തോഷിക്കുന്നവരുണ്ട്, ഡാൻസ് കളിച്ച് സന്തോഷിക്കുന്നവരുണ്ട്. പല രീതിയിലായിരിക്കും നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. പക്ഷെ ഉള്ളില് എത്രത്തോളം ആ ഒരു സമാധാനം, സന്തോഷം നമുക്ക് കിട്ടുന്നുണ്ട് നോക്കുക. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് സന്തോഷം ഉണ്ടാവും. അപ്പൊ റിയൽ ഹാപ്പിനെസ്സിലോട്ട് വരുമ്പോഴോ, സന്തോഷം നമുക്കൊരു മൊമെന്ററി അല്ലല്ലോ. ആ ഇഷ്ടമുള്ള കാര്യം ചെയ്ത് കഴിയുന്നതോടെ ആ സന്തോഷം നമുക്ക് പോകുന്നുണ്ടെങ്കിൽ അതൊരു മൊമെന്ററി ആയിട്ടുള്ള ഒരു സന്തോഷമാണ്. തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരിക്കും. ആ സിനിമ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചും കൂടെ നേരം അത് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, കുറച്ചും കൂടെ നേരം അവിടെ ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്തുക്കളുമായിട്ട് നമ്മൾ ഇങ്ങനെ ചെറിയൊരു യാത്ര പോയി തിരിച്ചു വരുമ്പോൾ കുറച്ചും കൂടെ നേരം യാത്ര ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, കുറച്ചുകൂടെ നേരം ഇവരുമായി കൂടെ ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. കാരണം മൊമെന്ററി ആയ സന്തോഷം നമുക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ സന്തോഷം ഇല്ല, ഫീൽ ഇല്ല. അപ്പൊ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അതാ. റിയൽ ഹാപ്പിനെസ്സിലോട്ട് വരണം നമുക്ക്. അപ്പൊ റിയൽ ഹാപ്പിനെസ്സിലോട്ട് വരുമ്പോൾ ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പ്ലസ് ഒരു കാര്യം കൂടെ അതിലേക്ക് ആഡ് ചെയ്യും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഇഷ്ടമുള്ള ഒരു കാര്യം എനിക്ക് നല്ലത് കൂടെ ആവണം. എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. എനിക്കും കൂടെ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇഷ്ടമുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ സുഹൃത്തുക്കളുടെ കൂടെ പോകുമ്പോൾ അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇഷ്ടം. അവരൊക്കെ എന്റെ കൂടെ ഉള്ളതാണ് എന്റെ ഇഷ്ടം. അതുകൊണ്ടാണ് എനിക്ക് സന്തോഷം ഉണ്ടാവുന്നത്. ഇതുകൊണ്ട് എനിക്കും കൂടെ, ഞാൻ എന്ന് പറയുന്ന എന്നിലേക്ക് എത്ര നല്ലതാണിത്. ഈ കാര്യങ്ങൾ ഇവരെല്ലാരും കൂടുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്, അതെനിക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. ഒരു കള്ളു കുടിക്കുന്ന ഒരാളോ, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന ഒരാളോ, അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഒരാളോ, ഒരു അഡിക്ഷൻ ഉള്ള ഒരാൾ, നമുക്ക് ചുരുക്കത്തിൽ ഒരു അഡിക്ഷൻ ഉള്ള ഒരാൾ, ഈ അഡിക്ഷൻ ഉള്ള ഒരാള് സ്മോക്കിംഗ് ആണെന്ന് നോക്കാം. നോർമലി നമുക്ക് സ്മോക്കിംഗ് തന്നെ എടുക്കാം. അപ്പോ ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരാളടുത്ത് അയാളുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണ്? ആ സിഗരറ്റ് വലിക്കുക എന്നുള്ളതാണ്. കാരണം ആ സിഗരറ്റ് വലിക്കുന്നത് അയാൾക്ക് ഇഷ്ടമാണ്. ഇഷ്ടമുള്ള ഒരു കാര്യം അയാൾ ചെയ്യുമ്പോൾ അയാൾക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പോ ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ, എനിക്ക് സങ്കടം വരുമ്പോൾ ആ സന്തോഷമുള്ള കാര്യം ഞാൻ ചെയ്ത് ശീലിച്ചു തുടങ്ങും. അതുകൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, സിഗരറ്റ് വലിക്കുന്ന ആളുകൾക്ക് ടെൻഷൻ വരുന്ന സമയത്ത് സിഗരറ്റ് വലിക്കാൻ തോന്നുന്നത്, പേടിയുള്ള സമയത്ത് സിഗരറ്റ് വലിക്കാൻ തോന്നുന്നത്, എന്തെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് സിഗരറ്റ് വലിക്കാൻ തോന്നുന്നത്. ആങ്കറിങ് എന്നതിന് പറയാം. നമ്മുടെ ഒരു ഇമോഷൻസിനെ വേറൊരു മെറ്റീരിയലുമായിട്ട് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമ്മളെ ബ്രെയിനിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ആ രീതിയിലൂടെ നമ്മൾ സന്തോഷത്തെ അതിനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയാണ് പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അഡിക്ഷൻ ഉള്ള ഒരാൾക്ക്, ഇപ്പോൾ എന്താണ്, നമ്മുടെ ഇപ്പൊ ആൽക്കഹോൾ ആയിക്കോട്ടെ, സ്മോക്കിംഗ് ആയിക്കോട്ടെ, ഡ്രഗ്സ് ആയിക്കോട്ടെ, ഡ്രഗ്സിനെ നമുക്ക് കുറച്ചും കൂടെ വേറെ ലെവലിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ, പൊതുവെ ആൽക്കഹോൾ അല്ലെ, അത് നല്ല അഡിക്ഷൻ ഉള്ള ആൾക്കാരുടെ അല്ല, ഒക്കേഷണലി നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കള്ളു കുടിക്കുന്ന ആൾക്കാരുണ്ട്. കല്യാണ സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉള്ള സമയത്ത്, ഇവിടെയൊക്കെ നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ നമ്മളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുള്ള ഒരു കാര്യമായതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് സന്തോഷം കിട്ടും. അല്ലാണ്ട് അത് ഹെൽത്തിലേക്കോ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കോ ഒന്നും നമ്മൾ അതിനെ കൺസേൺ ഇല്ല. ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രം. നല്ലോണം മനസ്സിലാക്കുക, ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രം. ഇഷ്ടമുള്ള ഒരു കാര്യം എത്രത്തോളം എനിക്ക് നല്ലതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്താണ് അതെനിക്ക് റിയൽ ഹാപ്പിനെസ് ആണോ, അല്ലാതെ തൽക്കാലത്തേക്കുള്ള ഒരു മൊമെന്ററി ഹാപ്പിനെസ് ആണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പൊ റിയൽ ഹാപ്പിനെസ് എന്ന് പറയുന്നതിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ അത് എനിക്ക് നല്ലതാണ്, അത് എനിക്ക് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഒരു കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ വൈഫുമായി ബന്ധപ്പെട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എങ്ങനെ സന്തോഷം തോന്നുന്നത്? ആ റിയൽ ഹാപ്പിനെസ് എവിടുന്നാ വരുന്നത് അറിയോ? എൻ്റെ വൈഫിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ളതിൽ നിന്നും, രണ്ടാമത്തെ ഈ കല്യാണം കഴിച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് ഉപകാരമുണ്ട് എന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതിലുമാണ് ആ വിവാഹത്തിൽ എനിക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അതാണ് റിയൽ ഹാപ്പിനെസ്. ആ റിയൽ ഹാപ്പിനെസ് ആണ് നമുക്ക് സസ്റ്റൈൻഡ് ആയിട്ടുണ്ടാവുക. ഒരു ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയില്ലേ, നമ്മൾ അത് ഇഷ്ടപ്പെട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ചെയ്യുകയും അതിലൂടെ അത് എനിക്ക് നല്ലതാണ് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അതെന്ത് ചെയ്യുന്നത്, എനിക്ക് സന്തോഷം തരുന്നത്. അപ്പൊ റിയൽ ഹാപ്പിനെസ്സും സാധാരണ ഉള്ള ഒരു മൊമെന്ററി ഹാപ്പിനെസ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ്.
അപ്പൊ റിയൽ ഹാപ്പിനെസ് ഓൾവേസ് ഇന്നർ പീസുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു സമാധാനവുമായി ബന്ധപ്പെട്ടൊരു കാര്യം. അപ്പൊ സമാധാനം എന്ന് പറയുന്നത് ഇന്നർ പീസ്, നമ്മുടെ ഉള്ളിലുള്ള ഒരു സമാധാനം. അതിനെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്നർ പീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അതിലൊന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് എപ്പോഴും ഒരു സമാധാനം മനസ്സിൽ തോന്നുന്നപ്പോഴാണ് ഗ്രേറ്റ്ഫുൾ ആവണമെങ്കിൽ മാത്രം. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴാണ് വരിക, എങ്ങനെയാ വരിക? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളവരിലൂടെ നമുക്ക് കാണുന്ന കാര്യങ്ങളോ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളോ അല്ല. നമ്മളിലേക്ക് നമുക്ക് എന്തൊക്കെയുണ്ട്, എനിക്ക് മാത്രമായിട്ട് എന്താ ഉള്ളത്, എനിക്ക് സന്തോഷിക്കാനും എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും എനിക്ക് മാത്രമായിട്ട് എന്തൊക്കെയുള്ളത് എന്നുള്ളതിന്റെ ബോധ്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവേണ്ടത്. അത് ഇന്നറിലേക്ക് കിട്ടും. നമ്മൾ ഇന്നർ എന്ന് പറയുന്ന എന്നിലേക്ക് എന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് എന്താ പറയാ, കാർ ഉണ്ടെന്നോ ബൈക്ക് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരു വീടുണ്ടെന്നോ അതൊക്കെ നമുക്ക് നോക്കാം. അതിനപ്പുറത്തേക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഹൃദയമുണ്ട്. മറ്റുള്ളവരെ കാണാൻ കരുണ തോന്നുന്ന, ദയ തോന്നുന്ന ഒരു മനസ്സുണ്ട്. പല കാര്യങ്ങളെ പറ്റിയും ചിന്തിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന ഒരു ബ്രെയിൻ ഉണ്ട്. അതിന്റെ ഒരു സിസ്റ്റം ഉണ്ട്. വിസ്ഡം എന്ന് പറയുന്നത്, മൊത്തത്തിൽ നമുക്ക് അതിനെ വിസ്ഡം എന്ന് പറയാം. അപ്പൊ ഇത്തരം വിസ്ഡം ഒക്കെ നമുക്ക് ഉണ്ടാവുന്നുണ്ട് എന്ന് പറയുന്നതിൽ ഗ്രേറ്റ്ഫുൾ ആവുക. സമയത്തെ ഇപ്പൊ ഈ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, നിങ്ങളുടെ ഒരുപാട് തിരക്ക് പിടിച്ച സമയത്തെ മാറ്റി വെച്ചിട്ട് ഇവിടെ കുറച്ച് നേരത്തേക്ക് നിങ്ങൾ വന്നിരിക്കുന്ന ഈ ചെറിയൊരു സമയം ഉണ്ടല്ലോ, ഈ സമയത്തിൽ വരെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് മാത്രം ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് കിട്ടിയല്ലോ കുറച്ച് നേരമെങ്കിലും ഞാൻ എന്നെ പറ്റി കേൾക്കാൻ, എനിക്ക് വേണ്ടിയിട്ട് കേൾക്കാൻ ഇരിക്കുന്ന കുറച്ച് സമയം എനിക്ക് മാറ്റി വെക്കാൻ പറ്റിയല്ലോ, അതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആവും. ആ ഗ്രേറ്റ്ഫുൾനെസ് ആണ് നമുക്ക് ഇന്നർ പീസ് തരുന്നത്. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇന്നർ പീസ് തരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രേറ്റ്ഫുൾനെസ്. അതിൽ നമുക്ക് നല്ല എന്താ പറയാ, ചില കാര്യങ്ങൾ നല്ല പർപ്പസ് ക്രിയേറ്റ് ചെയ്ത ആളുകൾ, ആ പർപ്പസിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അതിൽ ഓരോ നിമിഷത്തെയും സ്വീകരിക്കുന്ന ആളുകൾ, ഇതെല്ലാം നമുക്ക് എന്താണ് ഒരു സമാധാനം, ഇന്നർ പീസ് തരുന്നൊരു കാര്യം. ആ ഇന്നർ പീസ് എന്നാണ് യഥാർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, റിയൽ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് ബി ഇൻ പ്രസന്റ് എന്ന് പറയുന്നത്, അല്ലെ, മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറയും. നമ്മളിപ്പോ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻസിനെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. അത് ഫീൽ ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്ക് പാസ്റ്റ് ഇല്ല, പാസ്റ്റ് നമ്മളത് പോയതാണ്, അത് കഴിഞ്ഞു പോയി, അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണ്ട. അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയ കാര്യങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ വരും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രസന്റ്, ഇന്ന് എന്താന്നുള്ളത് മാത്രം നോക്കിയിരിക്കണം. അപ്പൊ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് വെറും പ്രസന്റിനെ നോക്കിയിരിക്കുക എന്നുള്ളതല്ല. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ആ ഫീല് നമുക്ക് കിട്ടണം എന്നാണ്. പ്രസന്റിനെ മാത്രം നോക്കി പ്ലാൻ ചെയ്യുക എന്നുള്ളത് അത് ബീൻ പ്രസന്റ് ആയി. പക്ഷെ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു ചെയ്യുന്ന ചെറിയ കാര്യമാണ്. ഞാൻ രാവിലെ എണീക്കുന്നുണ്ട്, ഈ രാവിലെ 5 മണിക്ക് ഞാൻ എണീക്കുമ്പോൾ ആ എണീറ്റ് കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡും മൈൻഡ്ഫുൾനെസ്, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് തോന്നിയാലേ മൈൻഡ്ഫുൾനെസ് നമ്മളിലേക്ക് വരുള്ളൂ. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുക, രാവിലെ എനിക്ക് എണീക്കാൻ പറ്റിയാലോ, എനിക്ക് ഒരുപാട് സമയം എക്സ്ട്രാ കിട്ടി, ഇന്നത്തെ ഒരു ദിവസത്തിൽ എന്തെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടാക്കാനുള്ള എക്സ്ട്രാ സമയം എനിക്ക് കിട്ടിയിട്ടുണ്ട്. 5 മണിക്ക്, ഇന്ന് ഞാൻ 7 മണിക്ക് എണീക്കുന്നത്, അപ്പോ 5 മണിക്ക് എണീറ്റപ്പോ 2 മണിക്കൂർ ഇന്ന് എനിക്ക് എക്സ്ട്രാ കിട്ടി. ഈ എക്സ്ട്രാ കിട്ടിയ 2 മണിക്കൂറിൽ എനിക്ക് എന്തെങ്കിലും ഒന്ന് പുതുതായിട്ട് ചെയ്യണം, പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഫീല് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇന്നർ പീസ് ഉണ്ട്, ഒരു ഇൻസ്പിറേഷൻ ഉണ്ട് എന്നാ പറയാം. ശരിക്കും ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന വേർഡിനെയും നമ്മൾ ഇൻസ്പയർഡ് ആയാലേ, ചില ആളുകൾ പറയുന്നത് നമുക്ക് രാവിലെ എണീക്കാൻ എന്താ പറ്റാത്തത്, രാവിലെ നേരത്തെ എണീക്കാൻ പറ്റാത്തതിന്റെ കാരണം നിങ്ങൾ ഇൻസ്പയർഡ് അല്ല എന്ന് പറയും. കാരണം എന്താ, ഇൻസ്പയർഡ് ആവുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അത് ചെയ്യാനുള്ള പ്ലാനും സ്ട്രാറ്റജിയൊക്കെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് പർപ്പസ് ഒക്കെ മനസ്സിലാക്കിയ ഒരാളാണ് ഇൻസ്പയർഡ് എന്ന് പറയുന്നത്. കാരണം ഇൻസ്പയർഡ് ആയ ആളാണോ അല്ലേന്ന് തെളിയിക്കാൻ ഒറ്റ കാര്യം മതി എന്ന് പറയാം. അതായത് രാവിലെ നമ്മൾ ബെഡിൽ നിന്ന് കണ്ണ് തുറക്കുന്നത്, അതായത് എണീക്കുന്ന ആ ചെറിയൊരു മൊമെന്റിലുണ്ടല്ലോ, ആ മൊമെന്റിൽ തന്നെ നമുക്ക് അവിടുന്ന് എണീറ്റിട്ട് പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് നമ്മുടെ പണിയിലേക്ക് എന്താണോ പ്ലാൻ ചെയ്തത് അതിലേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഇൻസ്പയർഡ് അല്ല. അതായത് ബെഡിൽ നിന്ന് കണ്ണ് തുറന്നിട്ടും എണീക്കാൻ ഒരു മടി തോന്നുക, ആ ഫോണൊക്കെ എടുത്ത് കുറച്ചു നേരം വാട്സപ്പ് യൂട്യൂബ് ഒക്കെ നോക്കുക, കുറച്ചു നേരം കൂടി പുതച്ചു മൂടി കിടക്കുക,
അത് ഇൻസ്പയർഡ് അല്ലാത്ത ഒരാളുടെ ലക്ഷണമാണ്. ഒരാൾ ഇൻസ്പയർഡ് ആണോ എങ്കിൽ അയാൾക്ക് പെട്ടെന്ന് എണീക്കാനുള്ള ഒരു എനർജി ഫീൽ ചെയ്യും, എനർജി കിട്ടും. കാരണം ആ എനർജി എന്ന് പറയുന്നത് നമ്മൾ ഉറക്കത്തിൽ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചേക്കുക, നമ്മൾ ആ ഉറക്കത്തിൽ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അവിടുന്ന് അങ്ങ് എണീറ്റിട്ട് ആ ഒരു കണ്ണ് തുറന്ന പാടെ തന്നെ യെസ് ടൈം ആയി ഒരു ഗ്രേറ്റ്ഫുൾ ഫീൽ ചെയ്തിട്ട് അയാൾ പെട്ടെന്ന് എണീക്കുന്നുണ്ടെങ്കിൽ അയാൾ ഇൻസ്പയർഡ് ആണ്. ആ ഇൻസ്പയർഡ് ആയ ഒരാൾക്കാണ് എന്ത് ചെയ്യുന്നത്, ഇന്നർ പീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നർ പീസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമല്ല ഇൻസ്പയർഡ് ആവുന്നത്. ഇൻസ്പയർഡ് ആയ ഒരാൾക്കാണ് ഇന്നർ പീസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ആ ഇന്നർ പീസിൽ നിന്നാണ് അയാൾക്ക് റിയൽ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോ ഗ്രാറ്റിറ്റ്യൂഡ്, ഇതാണ് നമ്മൾ ലിവിങ് ഇൻ ദ പ്രസന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻസ്പയർഡ് ആകുന്ന സമയത്ത് നമ്മൾ ലിവിങ് ഇൻ ദ പ്രസന്റ് ആയിരിക്കും. നമുക്ക് ഇന്ന് രാവിലെ എണീറ്റിട്ട് നമുക്ക് ഇന്ന് എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കി, ഇന്ന് രാവിലെ എന്താണ് രാവിലെ തന്നെ എണീറ്റിട്ട് എത്ര പേര് പെട്ടെന്ന് എണീറ്റിട്ട് അവരുടെ ജോലിയിലേക്ക് തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ എണീറ്റ പാടെ തന്നെ ഫ്രഷ് ആവാൻ പോകുന്ന ആൾക്കാരുണ്ടാവും, എണീറ്റ ഉടനെ തന്നെ എന്താണ് ടോയ്ലറ്റിൽ പോകുന്ന ആൾക്കാരുണ്ടാവും, എണീറ്റ ഉടനെ തന്നെ പ്രയർ നിസ്കരിക്കുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടാവും. അത് പ്രയറിന് വേണ്ടിയിട്ട് ഒരു സമയം ചെലവഴിക്കുന്ന ആൾക്കാർ. അല്ലെങ്കിൽ പെട്ടെന്ന് എണീറ്റിട്ട് ഇതൊന്നും ഇല്ലാത്ത ഒരാള് പെട്ടെന്ന് അടുക്കളയിൽ പോകുന്നു, ഫ്രഷ് ആവുന്നു, അടുക്കളയിൽ പോകുന്നു, ചെറിയൊരു കാപ്പി ഇട്ട് കുടിക്കുന്നു. ആ ഒരു ദിവസത്തെ പ്ലാന് എന്ത് ചെയ്യണം, ഇന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാനുള്ളത് ഒന്ന് മനസ്സിലൂടെ ഒന്ന് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന എത്ര പേര് ഇന്നുണ്ടായിരുന്നു? ഇന്നത്തെ ഒരു ദിവസം മാത്രമാണ് നോക്കുന്നത്, ഇന്ന് മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഉണ്ടായിരുന്നു എന്ന് ആർക്കെങ്കിലും ഈ ഇരിക്കുന്ന ആളുകൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഇൻസ്പയർഡ് ആണ്, അവരൊക്കെ ഇൻസ്പയർഡ് ആണ്. എത്ര പേര് ഇന്ന് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല? എണീറ്റതിന് ശേഷം മഴയൊക്കെ പെയ്യുന്നുണ്ട്, കുറച്ചു നേരം പുതച്ചും മൂടി ഇങ്ങനെ കുറച്ചു നേരം കടന്നു, കുറച്ചു നേരം ഫോണൊക്കെ നോക്കി, ഒരു 10 മിനിറ്റ്, ഒരു അരമണിക്കൂർ, ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെയാണ് ബെഡിൽ നിന്ന് എണീക്കുന്നതെങ്കിൽ അവിടെ അയാൾ ഇൻസ്പയർഡ് അല്ല. കാരണം നമ്മുടെ സമയത്തെ ലാഗ് ചെയ്യാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ പാത്രം കഴുകുകയാണ്, അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞിട്ട് കഴുകുക. ലാഗ് ചെയ്യാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. 8 മണിക്കാണ് ബസ്, 8:30 തന്നെ ഫ്രീ ആയി എന്നും സെറ്റ് ചെയ്തിരിക്കുന്ന ഒരാള് 8:45 5 മിനിറ്റും കൂടെ ഒന്ന് ടി വി കണ്ടിട്ട്, 5 മിനിറ്റും കൂടെ ഒന്ന് ആ ഫോണും നോക്കിയിട്ട്, 5 മിനിറ്റും കൂടെ ഒന്ന് കിടന്നിട്ട് എണീക്കാം. ഇൻസ്പയർഡ് അല്ല. കാരണം ഒരു സമയത്തെ ലാഗ് ചെയ്യാന് ഒരാൾക്ക് താല്പര്യം ഉണ്ടാവുന്നുണ്ടോ ഇല്ലേ? താല്പര്യം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അയാൾ ഇൻസ്പയർഡ് അല്ല. താല്പര്യം ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ചെയ്യാന് അയാൾക്കൊരു ക്രേവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ഇൻസ്പയർഡ് ആണ്. അപ്പൊ ആ ഒരു ഇൻസ്പിറേഷൻ ആണ് നമുക്ക് സന്തോഷം തരുന്ന സത്യത്തിൽ. അതിനനുസരിച്ച് രാവിലെ എന്താണ് എണീറ്റ് കൊട്ടിപ്പടഞ്ഞ് പെട്ടെന്ന് വെപ്രാളത്തിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ, അവര് ഇൻസ്പയർഡ് അല്ല. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതായത് പെട്ടെന്ന് രാവിലെ ചില ആൾക്കാരുണ്ട്, പെട്ടെന്ന് രാവിലെ എണീക്കുന്ന ബെഡിൽ എണീക്കുന്ന തന്നെ വേറെ എന്തോ വലിയ എന്തോ ദുരന്തം സംഭവിച്ച പോലെ ആയിരിക്കും. പെട്ടെന്ന് അങ്ങ് എണീക്കും, പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓട്ടച്ചാട്ടം പരിപാടിയും, ചിലപ്പോൾ ഫ്രഷ് ആവലൊന്നും മര്യാദയ്ക്ക് ചെയ്യില്ല, ഒന്നും വൃത്തിക്ക് ചെയ്യില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നു, പോയി അടുക്കളയിൽ അത് ചെയ്യുന്നു, പോയിട്ട് പെട്ടെന്ന് ഒരു തിടുക്കത്തില് ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഓഫീസിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നു. ഇങ്ങനെയുള്ള ആളുകൾ ഇൻസ്പയർഡ് ആണോ? അല്ല. കാരണം ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് ഒരു ബാലൻസ്ഡ് സിസ്റ്റം ഉണ്ട്, അതാണ് ഇൻസ്പയർഡ്. രാവിലെ എണീക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡോടെയാണ്. നാളെ രാവിലെ എണീക്കുന്നത് എത്ര പേർക്ക് ഗ്രാറ്റിറ്റ്യൂഡോടെ എണീക്കാൻ പറ്റും? ഒരു സമയം നിശ്ചയിക്കുക, ഇന്ന് രാത്രി ഒന്ന് ടൈം സെറ്റ് ചെയ്യുക, നാളെ ഇത്ര സമയം. എന്നും 6 മണിക്കാണ് എണീക്കുന്നത്, ഒരു 5:30, ഒരു അരമണിക്കൂർ നേരത്തെ, ഒരു ഹാഫ് ആൻ അവർ എനിക്ക് എക്സ്ട്രാ ഒന്ന് കിട്ടണം. എനിക്ക് എന്തെങ്കിലും ഒരു സാധനം ഒന്ന് പ്ലാൻ ചെയ്യും, എന്തെങ്കിലും ഒരു പുതിയൊരു സാധനം നാളത്തെ ഒരു ദിവസത്തിൽ ഒന്ന് പ്ലാൻ ചെയ്യണം. ചെറിയ ചേഞ്ച് മതി. കാരണം നിങ്ങൾ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ആ ബ്രെയിനിലേക്ക് എന്നും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അതിങ്ങനെ മൂവ്മെന്റ്. അതായത് ഒരു സിസ്റ്റം ഉണ്ടല്ലോ, രാവിലെ എണീക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു, ബിസിനസ്സിന് പോകുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് തിരിച്ച് വീട്ടിലോട്ട് വരുന്നു, മക്കളെ കാര്യങ്ങളൊക്കെ നോക്കുന്നു, ഭക്ഷണം സെറ്റ് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, ക്ലീനിങ് നടക്കുന്നു, അത് കഴിഞ്ഞ ശേഷം ഉറങ്ങുന്നു വീണ്ടും. ഇതൊരു സ്കെഡ്യൂളാണ് നമുക്ക്. ഈ സ്കെഡ്യൂൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ പോകുന്നുണ്ടാവും, അതുകൊണ്ട് എല്ലാവർക്കും ഓക്കെ ആയിരിക്കും. പക്ഷെ അവിടെ ഒരു ചെറിയൊരു ഗ്രോത്ത് നമുക്ക് ഡെയിലി ഇവന്റിൽ ഒരു ഗ്രോത്ത് നമുക്ക് ഫീൽ ചെയ്യത്തക്ക പ്രത്യേകിച്ച് ഒരു ഇവന്റുകളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഇവന്റ് നമ്മുടെ ലൈഫിൽ ഇല്ലെങ്കിൽ അതിനർത്ഥം നമ്മളെല്ലാവരും മടുപ്പിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അർത്ഥം. ഒരു മടുപ്പ് നമുക്ക് എവിടേക്കോ ഉണ്ട്. ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കും, ചിലപ്പോൾ ചെയ്യുന്ന ജോലിയിലായിരിക്കും, ചിലപ്പോൾ ജോലിക്ക് വേണ്ടി നമ്മൾ യാത്ര ചെയ്യുന്ന കാര്യത്തിലായിരിക്കും,
ചിലപ്പോൾ വീട്ടിലെ ജോലി ചെയ്യുന്നതിലായിരിക്കും, ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിലായിരിക്കും, ചില മക്കളെ നോക്കുന്ന കാര്യത്തിലായിരിക്കും. എവിടെയെങ്കിലും ആയിരിക്കും നമ്മുടെ ആ ഒരു ലാഗിങ് വരുന്നത്. എവിടേക്കോ നമുക്ക് ചെറിയൊരു മടുപ്പ് തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ അറിയോ, എന്നും ഈ ഒരു പ്രോസസ്സ് മര്യാദയ്ക്ക് നടന്നു പോയാൽ മതി. എന്നും കറക്റ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ നടന്നു പോയാൽ മതി. അതിനപ്പുറത്തോട്ടേക്ക് എന്ത് ചെയ്യില്ല, ഒരു കാര്യവും ഒരു എക്സ്ട്രാ യെസ് നാളെ മുതൽ തുടങ്ങും. ഡെഫിനറ്റ്ലി ഗുഡ്. അപ്പൊ നമുക്ക് ഒരു കാര്യത്തിൽ പോലും ഒരു എക്സ്ട്രാ, ഒരു ചെറിയൊരു ഇവന്റ്, വളരെ മൈന്യൂട്ട് ആയാൽ മതി, ഒരു ഇവന്റ് എക്സ്ട്രാ നമ്മൾ ഒരു ദിവസത്തിൽ ആഡ് ചെയ്യാം. അതാണ് ഹാപ്പിനെസ്. റിയൽ ഹാപ്പിനെസ് എന്ന് പറയുന്നതിലേക്ക് നമ്മളുടെ ഗ്രോത്തിനെ, നമ്മളെ ബ്രെയിന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എങ്കിൽ നമ്മൾ ഗ്രോത്തിലാണ്. ആ ഗ്രോത്ത് ആണ് നമ്മുടെ ഇൻസ്പിറേഷൻ. ആ ഇൻസ്പിറേഷൻ ആണ് നമ്മുടെ ഇന്നർ പീസ്. ആ ഇന്നർ പീസ് ആണ് റിയൽ ഹാപ്പിനെസ്. ഓക്കെ, ഇത് കുറച്ചൊക്കെ നമ്മൾ പല വർക്ക്ഷോപ്പുകളൊക്കെ പല രീതിയിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പൊ അത് കാണിച്ച് ഇപ്പൊ നമ്മള് ഒരു ഓൺലൈൻ സെഷൻ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ബാരിയർ ഉണ്ടല്ലോ. കാരണം നമുക്ക് മുമ്പിൽ കിടന്നിട്ട് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. നമ്മൾ ഓഫ്ലൈനൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്നും കൂടെ നമുക്കത് ആക്ടിവേറ്റ് ആവും. കാരണം ബ്രെയിനിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് നിങ്ങളുടെ ഫെമിലിയർ ആയിട്ടുള്ള ഇവന്റുകൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. രാവിലെ എണീക്കുന്നത് 6 മണിക്കാണെങ്കിൽ 6 മണിക്ക് എണീക്കുക. 6:30 5:30 എന്ന് പറയുമ്പോഴേക്കും എന്നെ ബ്രെയിൻ ഇങ്ങനെ തോന്നും, റെസിസ്റ്റ് ചെയ്യിപ്പിക്കും. വേണോ, എന്തിനാ 5:30 എണീച്ചിട്ട് 6 മണിക്ക് എണീറ്റാ പോരാ. 6 മണി തന്നെ കൂടുതലാണ്, 6:30 എണീറ്റാലും മതി. കാരണം ബ്രെയിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഫെമിലിയർ ആയിട്ടുള്ള ഒരു പോയിന്റ് കൃത്യമായിട്ട് ചെയ്യണം. അപ്പൊ നാളെ കുട്ടികൾക്ക് സ്കൂളില്ല, സ്കൂളില്ലല്ലോ. അപ്പൊ അവിടെ നമുക്കൊരു എന്തോ ഒരു പണി നമ്മുടെ ആ ഒരു ദിവസത്തിൽ കുറഞ്ഞപ്പോ നമുക്ക് ഭയങ്കര സമാധാനം. നാളെ ലീവ് കിട്ടി, സ്കൂളിൽ പോകണ്ട, ഭയങ്കര സമാധാനം. നാളെ ഓഫീസിൽ പോകണ്ടോ, ലീവാണ്, ഭയങ്കര സമാധാനം. അപ്പൊ വെറുതെ ഇരിക്കാൻ നമുക്ക് എവിടേക്കോ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആരും ഇൻസ്പയർഡ് അല്ല. ഞാൻ പണ്ട് എന്റെ ഫാദർ പറഞ്ഞൊരു സ്റ്റോറി ഉണ്ട്. അതില് രണ്ട് സുഹൃത്തുക്കള് ഗൾഫിൽ പോയി. ഈ 2 പേര് ഗൾഫിൽ പോയിട്ട് ദുബായിലെങ്ങാനും പണ്ട് കാലത്താണ്. അപ്പൊ ഇവര് 2 പേരും സാധാരണ ഒരു ജോലിക്കാണ് പോയത്. പക്ഷെ 2 പേർക്കും ആ ജോലി അന്ന് കൃത്യമായിട്ട് കിട്ടിയില്ല. 2 പേരും തൽക്കാലത്തേക്ക് ഒരു കഫറ്റീരിയയില് ജോലിക്ക് കയറി. അപ്പൊ അവരുടെ ജോലി എന്ന് പറയുന്നത് 2 പേരും ഷിഫ്റ്റ് ആണ്. ഒരാൾക്ക് രാവിലെ മുതൽ ഒരു വൈകുന്നേരം വരെയും, ഒരാൾക്ക് വൈകുന്നേരം മുതൽ രാത്രി വരെ. അപ്പൊ 2 പേരും 2 സമയത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്, രാത്രി കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പൊ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്ന ആള് എന്നും അത് കൃത്യമായിട്ട് ജോലി ചെയ്യും. എന്നിട്ട് വന്നിട്ട് കിടക്കും. ചിലപ്പോൾ അയാളുടേതായ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അയാൾ ചെയ്യും. ഇങ്ങനെ ആ ഒരു രാത്രി അയാൾ നല്ല രീതിയിൽ ചെലവഴിച്ച് വീണ്ടും രാവിലെ ജോലിക്ക് പോകും, വൈകുന്നേരം വരും. അയാൾക്ക് എല്ലാ മാസം കൃത്യമായി സാലറി കിട്ടും. അയാൾ ഭയങ്കര ഹാപ്പിയാണ് ആ വിഷയത്തിൽ. മറ്റൊരാളുണ്ടല്ലോ, രണ്ടാമത് പറഞ്ഞ ഒരാള്. ഈ രണ്ടാമത് പറഞ്ഞ ഒരാൾ എന്റെ ഫാമിലിയിൽപ്പെട്ട ഒരാൾ കൂടിയാണ്. പുള്ളി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് രാത്രി ജോലിക്ക് പോകും. ജോലിക്ക് പോയി കഴിഞ്ഞ് വന്നിട്ട് ഒരു 8 മണിയാകുമ്പോൾ വീട്ടിലെത്തും, റൂമിലെത്തും. 8 മണി മുതൽ ഏകദേശം ഒരു 11 12 മണി വരെ ഇയാൾ കിടന്നുറങ്ങും. ഉറങ്ങിയ ശേഷം ഈ 12 മണി മുതൽ പിന്നെ ഇയാൾ പുറത്തോട്ട് പോയിട്ട് ഇയാള് ഈ ഓരോ സാധനങ്ങൾ കടകളിൽ നിന്ന് മേടിച്ചിട്ട് വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കും. അത് വെറുതെ അവിടുന്ന് ടിപ്പ് കിട്ടും. ആ ടിപ്പിനനുസരിച്ച് ഇയാൾക്ക് ചെറിയൊരു ഒരു കൂടുതലായിട്ട് ഇൻകം കിട്ടുക. അതായത് ഇയാൾ എന്ന് പറയുന്ന വെച്ച് കാര്യമുണ്ട്. എന്നും രാവിലെ വന്നിട്ട് കിടന്നിട്ട് ഞാൻ കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആലോചിക്കുന്നത്, ഈ കിടന്ന് എണീറ്റിന് ശേഷം ഒരു സമയമുണ്ട് ഇയാൾക്ക്. ഈ ഒരു 12 മണിയാകുമ്പോഴേക്ക് എണീറ്റിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് കുറച്ച് പൈസ കിട്ടണം. നല്ല മാർഗത്തിലൂടെ ചെയ്തിട്ട് കുറച്ച് പൈസ സമ്പാദിക്കണം. ഇതാണ് ഇയാളുടെ ഉള്ളിൽ. വേറെ പ്രത്യേകിച്ച് ഇയാൾക്ക് നേരത്തെ നമ്മൾ പറയുന്ന പോലെ ഈ മോട്ടിവേഷൻസും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. അല്ലാണ്ട് മൈൻഡ്ഫുൾനെസ്സും ഇയാൾക്കൊരു ഗ്രാറ്റിറ്റ്യൂഡോ ഈ പറയുന്ന കുറെ ക്ലാസ്സുകൾ കിട്ടിയിട്ടുള്ള അറിവൊന്നല്ല. അത് സെൽഫ് എന്ന് വരുന്ന ഒരു സാധനം, നമ്മൾ ഇന്നർന്ന് മാത്രം ഉണ്ടാവുന്ന ഒരു കാര്യം. അപ്പൊ ആ ആൾക്ക് ആ ഒരു തോട്ട് പ്രോസസ് ചെയ്തതിനു ശേഷം അവിടുന്ന് മുതല് ഈ പറയുന്ന മറ്റാളെ ഇന്നും രാത്രി കിടന്ന് സമയം ചെലവഴിച്ചു, ഇയാള് മാക്സിമം ടൈമിനെ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ഉറക്കം കഴിഞ്ഞ് ഈ ചെറിയൊരു സമയത്ത് ഏകദേശം ഒരു 4-5 മണിക്കൂർ കിട്ടും. ഈ 4-5 മണിക്കൂർ ആ കാലഘട്ടത്തിൽ മുപ്പര് പറയുന്ന ഒരു 1980 കാലഘട്ടങ്ങളിലൊക്കെ ഏകദേശം 300-400 റിയാല് വരെ ദിർഹം വരെ എന്ത് ചെയ്യും, എക്സ്ട്രാ ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റും. ഡെയിലി ആട്ടോ, ഡെയിലി. അത് ചെറിയ എമൗണ്ട് അല്ല. അന്നത്തെ കാലത്തൊക്കെ അത് വലിയ എമൗണ്ട് ആണ്. ഇന്നും അത് വലിയൊരു എമൗണ്ട് ആണ്. അന്നത്തെ കാലത്തിന് അത് വലിയ, കാരണം വീടുകൾ നടന്നിട്ടും പല രീതി സൈക്കിളൊക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു ചെയ്തിരുന്നത്.
അപ്പോൾ അത് പല വീടുകളിലും പോയി കൂടുതൽ ചെയ്ത് പല വർക്കുകൾ എക്സ്ട്രാ ചെയ്ത് ഗ്യാസ് കൊണ്ടേ കൊടുത്ത് അങ്ങനെയൊക്കെ അത് അത്രയും ഡെവലപ്ഡ് ആയിട്ടില്ല. പല കാര്യങ്ങളും മാൻ പവറിൽ തന്നെയാണ് ചെയ്തിരുന്നത്. അന്ന് ചെയ്തതിന് ശേഷം ഇപ്പോ ഞാൻ ആ ആളെന്നെ പറയാറുണ്ട്. രണ്ടുപേരും സുഹൃത്തുക്കളാണ്. ആ രണ്ടാമത്തെ ആള് നേരത്തെ പറഞ്ഞ രാവിലെ എണീറ്റ് രാവിലെ ജോലി ചെയ്ത് രാത്രി കിടന്നുറങ്ങുന്ന ആള് ഇപ്പോഴും അതേ രീതിയിൽ തന്നെ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. മറ്റേ ആള് ഏകദേശം ഒരു 55-60 ഏജിന്റെ അടുത്തുണ്ട് രണ്ടുപേർക്കും. മറ്റേ ആൾക്ക് ഇപ്പൊ ഏകദേശം എന്താണ് നാട്ടിൽ തന്നെ ഏകദേശം 4-5 സൂപ്പർ മാർക്കറ്റുകളും പല പരിപാടികളും പെട്രോൾ പമ്പൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല വെൽ സെറ്റിൽഡ് ആയിട്ട് ഒരു റിച്ച് ആയി മാറിയ ഒരാളാണ്. ഇതിന്ന് ഞാൻ എപ്പോഴും ഇതിന്റെ പഴയ കാലത്ത് എന്റെ ഫാദർ എനിക്ക് പറഞ്ഞ സ്റ്റോറിയാണ്. അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ശരിയാ ഈ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് എനിക്ക് പല കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്തു. ഇൻസ്പിറേഷൻ, സെൽഫ് ഇൻസ്പയർഡ് ആവുക. നമ്മൾ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ കുറെ കഥകൾ കേൾക്കും. അബ്ദുൽ കലാം സാറ്, എന്താണ് ഒബാമ, അങ്ങനെ പോയിട്ട് പല ആളുകളുടെ സ്റ്റോറീസ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു മോട്ടിവേറ്റഡ് ഒക്കെ ആവും. ജഗതി ഇന്ന് തന്നെ ചെയ്യും എന്ന രീതിയിൽ നമ്മൾ അങ്ങ് കയറും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻസ്പയർഡ് ആവുന്നില്ല. നമ്മളിൽ സെൽഫിൽ ഇൻസ്പയർഡ് ആവുന്നില്ല. നമ്മളിൽ ഒരു ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ റിയൽ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റതൊക്കെ തൽക്കാലത്തേക്കുള്ള ഒരു ഡോപ്പമിൻ ഹൈക്ക് ആയിരിക്കാം, സെറട്ടോണിന്റെ തൽക്കാലം ടെമ്പററി ആയിട്ടുള്ള ഒരു ഹൈക്ക് ആയിരിക്കും. അതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സന്തോഷമൊക്കെ കിട്ടും. പക്ഷെ അത് നമുക്ക് നല്ലതാണോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ എവിടേക്കോ ഒരു പാളിച്ച വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെല്ലെ 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 നമുക്കതൊരു ബുദ്ധിമുട്ടാവുകയും നമ്മളെ തന്നെ അത് ഹേർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളത് മാറുകയും ചെയ്യും. സ്മോക്കിംഗ് പോലുള്ള അഡിക്ഷൻസ് ആയിക്കോട്ടെ, മൊബൈൽ ഫോൺ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതായിക്കോട്ടെ, കുറെ സമയം കിടന്ന് ഉറങ്ങുന്നതായിക്കോട്ടെ, ഇങ്ങനെ പല കാര്യങ്ങൾ. അപ്പോ എന്തും വെപ്രാളത്തിൽ വേഗം ചെയ്യുക എന്നുള്ളതും ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതും രണ്ടും ഒരുപോലെ തന്നെയാണ്. കാരണം വെപ്രാളത്തിൽ ചെയ്യുമ്പോൾ ഒന്നും കംപ്ലീറ്റ് ആയിട്ട് ചെയ്യൂല, എല്ലാം ഇൻകംപ്ലീറ്റ് ആയിരിക്കും. മറ്റാൾ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ രണ്ടു പേർക്കും പ്രത്യേകിച്ച് ഗ്രോത്ത് ഇല്ല. ഇതിന്റെ ബാലൻസ്ഡ് ആയിട്ടൊരു സ്പേസ് ഉണ്ട്. ഓരോ നിമിഷത്തെയും ഫീൽ ചെയ്യുക, ദാറ്റ് ഈസ് മൈൻഡ്ഫുൾനെസ്. ഫീൽ ചെയ്യൽ എങ്ങനെ? ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ ഫീൽ ചെയ്യുക? അത് നമുക്ക് കഴിക്കാനുള്ളതാണ്. അതിന്റെ ടേസ്റ്റിനെയും അതിനൊക്കെ നമ്മൾ ടേസ്റ്റ് ബഡ്സിനെ ഓരോന്നിനെയും ട്രിഗർ ചെയ്യുന്ന, സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ ഭക്ഷണത്തിൽ യൂസ് ചെയ്യുന്നത്. അതിനൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. ആ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഫോണ് വെച്ച് അതില് വീഡിയോസ് കണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ആരെങ്കിലും ഫോൺ വിളിച്ചിട്ട് നമ്മളെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പൊ അസൈൻമെന്റ്സും പ്രൊജക്റ്റും ഒക്കെ പണ്ടൊക്കെ എഴുതുമായിരുന്നു. വേറെ എന്തെങ്കിലും ഫോണിൽ വീഡിയോസ് കിട്ടുക, സിനിമ കിട്ടണം, കാരണം എഴുതി തീർക്കുക, എത്രയും പെട്ടെന്ന് തീർക്കുക. അപ്പൊ നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു വർക്ക് എത്രയും പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണ്. തീർത്തിട്ട് നമ്മൾ എന്താ പണി അറിയുക? വെറുതെ ഇരിക്കുക. തീർത്തിട്ട് വെറുതെ ഇരിക്കുക. അപ്പൊ ആ തീർത്തിട്ട് വെറുതെ ഇരിക്കുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് ഇൻസ്പയർഡ് അല്ല. ആ തീർക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അത് ചെയ്യുന്നതിലൂടെ അതിൽ ഓരോ നിമിഷത്തെയും നമുക്ക് ഫീൽ ചെയ്തുകൊണ്ട് സമാധാനത്തോടെ അത് ചെയ്ത് അടുത്ത നെക്സ്റ്റ് വർക്ക് ചെയ്യാനുള്ള എനർജി കൺസേർവ് ചെയ്തുകൊണ്ട് റിസർവ് ആക്കി വെച്ചിട്ട് നമ്മൾ ഓരോ ജോലിയും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെയാണ് റിയൽ ഹാപ്പിനെസ് ഉള്ളത്. നമ്മളിലേക്ക് പല തരത്തിലും വെറുതെ ഇരിക്കുമ്പോൾ സമാധാനം കിട്ടുന്നതാണ് എല്ലാവരും ഉത്തരം. കുറെ 40 വയസ്സൊക്കെ ആകുമ്പോഴേക്കിന് കുറെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ എന്നിട്ട് വെറുതെ ലൈഫ് എൻജോയ് ചെയ്യണം എന്ന് പറയും. ഇതാണ് എല്ലാവരുടെ ഹാപ്പിനെസ് ഒക്കെ. അപ്പൊ ഈ 40 വർഷം വരെ വെപ്രാളപ്പെട്ട് പല ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്ത് ഡിപ്രസ്ഡ് ആയി ആവശ്യമില്ലാത്തടത്തൊക്കെ പൈസയും കൊണ്ട് കളഞ്ഞ് അങ്ങനെ കുറെ പൈസ ഉണ്ടാക്കുക എന്നുള്ളൊക്കെ ഒരു വിഷയത്തിലോട്ടൊക്കെ നമ്മളങ്ങ് എത്തിപ്പോകും. അവസാനം 40 വയസ്സാകുമ്പോഴേക്കിന് കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, ഒക്കെ പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഉള്ള സമാധാനം മര്യാദയ്ക്ക് പോയിനെങ്കിൽ കുറച്ച് സമാധാനങ്ങൾ ഉണ്ടായിരുന്നു, അതും ഇല്ലാത്ത അവസ്ഥയ്ക്ക് ചിലപ്പോൾ 40 വയസ്സെത്തിയിട്ടുണ്ടാവും. ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും കുറച്ചെങ്കിലും ബൾബ് കത്തുക, അവിടെ നിന്നായിരിക്കും ലൈഫ് മര്യാദയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ലൈഫ് മര്യാദയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറുതെ ഇരുന്നിട്ടല്ല. എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് മാസത്തിൽ വരുമാനം കിട്ടി നമുക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അവിടെ അല്ല ലൈഫ് തുടങ്ങുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തെയും ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് ജീവിതം. അതിനെയാണ് നമ്മൾ ജീവിതം, ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ റിയൽ ഹാപ്പിനെസ്സിലോട്ട് വരുന്ന സമയത്ത് എന്തൊക്കെയാ മാറ്റങ്ങൾ ഉണ്ടാവും അറിയോ? കുറേ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കുറച്ച് മാറ്റങ്ങൾ മാത്രം പറഞ്ഞ് നമുക്കിന്ന് സ്റ്റോപ്പ് ചെയ്യാം. അത് കുറച്ച് ഒരു ബയോളജിക്കൽ ആയ കുറച്ച് കാര്യങ്ങൾ. കാരണം ബ്രെയിൻ ആണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നായകൻ. നമ്മളെ ഹീറോ ബ്രെയിൻ ആണ്. അപ്പൊ ഈ ബ്രെയിനിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഈ സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് ഹാപ്പി ഹോർമോൺ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, സെറട്ടോണിൻ. ഈ സെറട്ടോണിൻ നമുക്ക് ഹാപ്പിനെസ് തരും, നമ്മൾ മൂഡിനെ സ്റ്റെബിലൈസ് ചെയ്യും,
നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു വെൽബീങ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് സെറട്ടോണിന്റെ പണി. അപ്പൊ സെറട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അവർ റിലീസ് ചെയ്യുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്താണെന്നുള്ള നമ്മൾ ക്ലാസ് ഒക്കെ ജോയിൻ ചെയ്യുന്ന മുമ്പൊക്കെ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സ്ഥിരമായിട്ട് പറയുന്ന വേർഡ്. നമ്മൾ ന്യൂറോണിന് ബ്രെയിനിലുള്ള ഒരുപാട് സെല്ലുകൾ, ബില്യൺ കണക്കിന് സെല്ലുകളുണ്ട് ബ്രെയിനിൽ. അതിൽ ഒരു സെല്ല് മറ്റൊരു സെല്ലിലേക്ക് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്ന മെസ്സഞ്ചേഴ്സ്, കെമിക്കൽ മെസ്സഞ്ചേഴ്സിനെയാണ് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ കുറെ ആൾക്കാരുണ്ട്. ഡോപ്പമിൻ ഉണ്ട്, സെറട്ടോണിൻ ഉണ്ട്, എൻഡോർഫിൻസ് ഉണ്ട്, ഓക്സിറ്റോസിൻ ഉണ്ട്, ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അതില് സെറട്ടോണിൻ ആണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് അതിങ്ങനെ എക്സസ് ആയിട്ട് ഇങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് അതിങ്ങനെ പ്രൊമോട്ട് ചെയ്യും. അപ്പൊ സെറട്ടോണിൻ നമുക്ക് വേണം, ഒരു പാകത്തിന് വേണം കേട്ടോ. കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രഷനാണ്, കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. കൂടിക്കഴിഞ്ഞാലോ നമ്മൾ സാധാരണഗതിയിൽ മാനസികമായ പ്രശ്നങ്ങൾ എന്ന് പറയും അല്ലേ. കൂടിക്കഴിഞ്ഞാല് വെറുതെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കും. വെറുതെ നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ചിരിക്കുക. അല്ലെങ്കിൽ ചിരി അട്ടഹാസം വല്ലാണ്ട് അങ്ങ് കൂടും. മരണം വിട്ട് പോയിട്ട് ചിരിക്കാനൊക്കെ തോന്നും ചിലപ്പോൾ. കാരണം സെറട്ടോണിന്റെ അളവ് കൂടിക്കഴിഞ്ഞാല് നമ്മുടെ മൂവ്മെന്റ് കുറച്ചുകൂടെ ഫാസ്റ്റ് ചെയ്യും. ബ്രെയിനിലുള്ള ഒരു സിഗ്നൽസിന്റെ, മെസ്സഞ്ചേഴ്സിന്റെ ഒരു പണി ഉണ്ടല്ലോ, അത് കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും. അപ്പൊ വല്ലാണ്ട് അങ്ങ് ആഹ്ലാദം വരും. നമുക്ക് എല്ലായിടത്തും പോയിട്ട് ഓവർ എക്സൈറ്റ്മെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതാണ് സെറട്ടോണിൻ ഉണ്ടാക്കുക. അപ്പൊ കൂടാനും പറ്റില്ല, കുറയാനും പറ്റില്ല, ഒരു പാകത്തിന് എത്തണം. ആ പാകം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, മിതത്വം. ആ മിതത്വത്തിലോട്ട് എപ്പോഴെത്താ അറിയോ? ഈ റിയൽ ഹാപ്പിനെസ്സിലോട്ടാണ്. റിയൽ ആയിട്ട് നമ്മൾ ഇന്നർ പീസ് വരുമ്പോൾ മാത്രമേ അത് ബാലൻസ്ഡ് ആയിട്ട് സെറട്ടോണിൻ ഡെവലപ്പ് ആവുള്ളൂ. അങ്ങനെ ബാലൻസ്ഡ് സെറട്ടോണിൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഇന്നർ പീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഈ ഇന്നർ പീസും സമാധാനമൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ ഇതേക്കാ വരിക. രണ്ടാമത്തെ ഡോപ്പമിൻ ആണ്. അത് കൂടിക്കഴിഞ്ഞാല് അവിടെ എന്ത് ചെയ്യും? ഈ ഷിസോഫ്രാനിയ പോലുള്ള പല പ്രശ്നങ്ങളൊക്കെ വരും. ആവശ്യമില്ലാത്ത കുറെ സംശയങ്ങളൊക്കെ വരും. ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളിലേക്ക് നമുക്ക് അത്യാഗ്രഹം തോന്നും. അതിങ്ങോട്ട് കിട്ടണം, ഇതിങ്ങോട്ട് കിട്ടണം, വല്ലാണ്ട് അങ്ങോട്ട് കൂടും. ഡോപ്പമിൻ വല്ലാണ്ട് എക്സസ് ആയാൽ. കുറഞ്ഞു കഴിഞ്ഞാലോ ഭയങ്കരമായ ഡിപ്രഷനിലേക്ക്, ഭയങ്കരമായ സങ്കടം, സെൻസിറ്റീവ്, ഓവർ സെൻസിറ്റീവ് ആയി പോകും. അവിടെ നമുക്ക് റിവാർഡ് കെമിക്കൽ എന്ന് പറയാം. ഡോപ്പമിൻ നമ്മൾ റിവാർഡ് കെമിക്കൽ, നമുക്ക് പ്ലഷർ തരുന്നുണ്ട്, നമുക്ക് മോട്ടിവേഷൻ തരുന്നുണ്ട്. ഇതൊക്കെ ഡോപ്പമിനാണ്. അപ്പൊ ഡോപ്പമിൻ നമുക്കൊരു ബാലൻസ്ഡ് ആയിരിക്കണം. എൻഡോർഫിൻസ് നമ്മൾ പറയുന്നത് നാച്ചുറൽ പെയിൻ കില്ലേഴ്സ് എന്നാ പറയാം. അതൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ. ബ്രെയിനിൽ നമ്മൾ ഈ റിയൽ ഹാപ്പിനെസ് ഉണ്ടാകുന്ന സമയത്ത് ഒരു കൃത്യമായ ഒരു ബാലൻസ്ഡ് ഫോമിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് എൻഡോർഫിൻ എന്ന് പറയുന്നത്. അത് നമുക്ക് നാച്ചുറൽ പെയിൻ കില്ലേഴ്സ് ആണ്. നമ്മുടെ ശരീരത്തിന്റെ പല രോഗങ്ങളെയും ഹീൽ ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ എഫക്റ്റ് ആണ് എൻഡോർഫിൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓക്സിറ്റോസിൻ നമുക്ക് എല്ലാവർക്കും അറിയാലേ, ലവ് ഹോർമോൺ എന്ന് പറയാം. അതെന്താ ചെയ്യുന്നത്? കണക്ഷൻസ് ഉണ്ടാക്കുന്നു, വിശ്വാസം ഉണ്ടാക്കുന്നു. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഓക്സിറ്റോസിൻ എപ്പോഴും നമ്മൾ ഒരു പാർട്ട്ണറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാം. സെക്ഷുവലി ഫീൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ലവ് ഹോർമോൺ എന്ന് പറയുന്ന റൊമാൻറ്റിക് ഫീലിലേക്ക് മാത്രമേ നമ്മൾ കൊണ്ടുപോകുള്ളൂ. ഈ ഓക്സിറ്റോസിൻ ആണ് സെൽഫ് ലവിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്സിറ്റോസിൻ ആണ് സെൽഫ് ലവ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ സെൽഫ്, നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്സിറ്റോസിൻ ആണ്. നമുക്ക് നമ്മളോട് തന്നെ ഭയങ്കരമായ സ്പിരിച്വൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്സിറ്റോസിൻ ആണ്. നമ്മളിലൂടെയാണ് നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും എല്ലാ കാര്യത്തിലേക്കും നമുക്ക് ഡെവലപ്പ് ചെയ്യാനും പറ്റുള്ളൂ. ഇതൊക്കെ സെൽഫിലാണ് ഡെവലപ്പ് ആവുന്നത്. ഡോപ്പമിൻ, സെറട്ടോണിൻ, എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിനിന്റെ ഫ്രണ്ട് ഭാഗം, പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയും. ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സും അതുപോലെ തന്നെ എന്താ പറയുക, അമിഗ്ദാല എന്ന് പറയും. രണ്ട് പാർട്ട് ഉണ്ട്. പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്, അമിഗ്ദാല, രണ്ട് പാർട്ട് ഉണ്ട് കേട്ടോ. ഈ രണ്ട് പാർട്ടിലെയും പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിന് ഭയങ്കരമായ ആക്റ്റീവ് ആക്കും നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന സമയത്ത്. ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിന്റെ മെയിൻ പണി എന്താ അറിയോ? മെയിൻ ആയിട്ട് ഇമോഷൻസിനെ ബാലൻസ് ചെയ്യിക്കുക, നല്ല കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യുക, നല്ല സ്റ്റോറീസ് മാത്രം നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നല്ല ഡിസിഷൻ മേക്കിംഗ് ക്രിയേറ്റ് ചെയ്യുക, പ്രോബ്ലം സൊല്യൂഷൻസിലേക്ക് നമ്മൾ എത്തുമ്പോൾ കുറച്ചുകൂടി ഒരു വാല്യൂഡ് ഫോമിലേക്ക് എത്തിക്കുക. ഇതൊക്കെയാണ് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ചെയ്യുന്നത്. അപ്പൊ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിനെ നല്ല രീതിയിൽ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ആര് വേണം? ഹാപ്പിനെസ് വേണം. രണ്ടിലും നമുക്ക് നോക്കട്ടോ. ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിനെ നമുക്ക് നമ്മൾ ബോഡി ഫിസിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഹോർമോൺസ് ബാലൻസ് ചെയ്യുന്ന സമയത്ത്, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, നല്ല രീതിയിലുള്ള
മൾട്ടി വിറ്റമിൻസ് ഒക്കെ കൃത്യമായി കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഈ നല്ല ഉറക്കം കിട്ടുന്ന സമയത്ത്, നല്ല ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒക്കെ ഈ സമയത്തൊക്കെ ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് നല്ല ആക്റ്റീവ് ആയിരിക്കും. അങ്ങനെ നല്ല ആക്റ്റീവ് ആവുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ചിന്തിക്കാൻ, ഡിസിഷൻ മേക്കിംഗ് കിട്ടും, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് കിട്ടും, എല്ലാ ബേസിക് ആയിട്ടുള്ള നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിൽ നമുക്ക് ലഭ്യമാണ്. രണ്ടാമത്തെ ആള് റെഡ്യൂസ്ഡ് അമിഗ്ദാല ആക്ടിവിറ്റി. അമിഗ്ദാല എന്താണെന്ന് അറിയാം? അമിഗ്ദാലിന്റെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ, അമിഗ്ദാല എന്ന് പറയുന്നത് ബ്രെയിനിന്റെ ഒരു ഭാഗമാണ്. ആ ഭാഗം ചെറിയൊരു പാർട്ട്, ഈ പാർട്ടാണ് ശരിക്കും ഫിയർ സെന്റർ എന്ന് പറയുന്നത്. ഫിയർ സെന്റർ, ഈ ഫിയർ സെന്ററാണ് നമുക്ക് എപ്പോഴും ഭയങ്കര ആങ്സൈറ്റി, പേടി ഉണ്ടാക്കി തരിക. നാളെ എന്താ ഇപ്പൊ സംഭവിക്കുക, മറ്റന്നാൾ എന്താ സംഭവിക്കുക, ഇതിങ്ങനെ നമ്മളെ ആക്ടിവേറ്റ് ചെയ്യുന്ന ആള് അമിഗ്ദാലയാണ്. അപ്പൊ നല്ലൊരു ഇന്നർ പീസും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഡോപ്പമിനും സെറോട്ടോണിനും എന്താണ് എൻഡോഫിൻസ് ഒക്കെ ഒരു എന്താ പറയാ ഒപ്റ്റിമം ലെവൽ, അതായത് ഒരു മീഡിയം ലെവലിലേക്ക് എത്തുന്ന സമയത്ത് ഈ അമിഗ്ദാലിന്റെ ആക്ടിവിറ്റി ഇങ്ങനെ കുറയും. അമിഗ്ദാലിന്റെ ആക്ടിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിയർ സെന്റർ വല്ലാണ്ട് സ്റ്റിമുലേറ്റഡ് ആവില്ല. അതായത് ആങ്സൈറ്റി കുറക്കാൻ പറ്റും. ആങ്സൈറ്റി കുറക്കാൻ പറ്റുന്നല്ല, അത് കുറയും, നമുക്ക് ആങ്സൈറ്റി വരില്ല. അപ്പൊ റിയൽ ഹാപ്പിനെസ് എന്ന് മാത്രം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ ടെമ്പററി ആയിട്ട് മൊമെന്ററി ആയിട്ടുള്ള ഹാപ്പിനെസ് ഇതൊന്നും വരില്ല. മൊമെന്ററി ഹാപ്പിനെസ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് സ്പാർക്ക് കൊടുക്കത്തേ ഉള്ളൂ. ഇതിങ്ങനെ സസ്റ്റെയിൻ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ഇന്നർ പീസ് ക്രിയേറ്റ് ചെയ്യണം, ഇൻസ്പയർഡ് ആവണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നാളെ മുതൽ ഒരു ചേഞ്ച്, നമ്മുടെ ബ്രെയിനിനെ കുറിച്ചൊരു ബോധ്യം ഉണ്ടായാൽ മതി. ഈ ബ്രെയിൻ എന്ന് പറയുന്ന സാധനത്തിന് വേറൊരു വ്യക്തിയായിട്ട് നമുക്കൊന്ന് കാണാൻ പറ്റിയാൽ മതി. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മൂപ്പർ ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങള് കുറച്ചൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി കൊടുക്കുക. ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക, സ്കെഡ്യൂൾ കൊടുക്കുക. സമയത്തിലേക്കൊക്കെ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ഒരേ റൂട്ടേക്ക് ഇത്രയും കാലം ഇന്ന് രാത്രി വരെ നമ്മളിപ്പോ എല്ലാ കാര്യങ്ങളും ഒരു റൂട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് എന്തെങ്കിലും നാളെ രാവിലെ എണീക്കുമ്പോൾ ഒരു കാര്യം, എണീക്കുന്നൊരു സമയം ഒരു അരമണിക്കൂറെങ്കിലും നേരത്തെ എണീക്കാനുള്ള ഒരു കോൺഷ്യസ്നെസ് ക്രിയേറ്റ് ചെയ്യുക. അലാം സെറ്റ് ചെയ്ത് വെക്കുക. എണീക്കും എന്ന് നമ്മളോട് തന്നെ ഒരു 4 or 5 തവണ സംസാരിച്ച് പറഞ്ഞ് നാളെ രാവിലെ ഒരു 5 മണിക്ക് എണീക്കാൻ ഉദ്ദേശിച്ച ഒരാള് 6 മണിക്ക് എണീക്കുന്ന ഒരാള് 5:30 എണീക്കണം എന്ന് തീരുമാനിക്കുന്നു. 7 മണിക്ക് എണീക്കുന്ന ഒരാള് 6:30 എണീക്കണം തീരുമാനിക്കുന്നു. 8 മണിക്ക് എണീക്കുന്ന ഒരാൾ 8 മണിക്കൊന്നും എണീക്കരുത് കേട്ടോ, അത് വല്ലാണ്ടങ്ങ് സമയം പോയി. 8 മണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദിവസത്തിന്റെ ഒരു ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സമയത്തെ നമ്മൾ അങ്ങ് ലാഗ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ലാഗ് ചെയ്ത ഒരാൾക്ക് ഇൻസ്പയർഡ് ആവാൻ ഇച്ചിരി പാടാണ്, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അല്ല, ഇൻസ്പയർഡ് ആവില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഇൻസ്പയർഡ് ആവാൻ ഇച്ചിരി പാടാണ്. അപ്പൊ കുറച്ചും കൂടി ഈസിയാണ് ഇച്ചിരി കൂടെ നേരത്തെ എണീക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. അപ്പൊ ആ നേരത്തെ നമ്മൾ എണീക്കുന്നതിൽ ഒരു അരമണിക്കൂറെങ്കിലും എക്സ്ട്രാ നമുക്ക് നമ്മുടെ സമയത്തെ യൂസ് ചെയ്യാൻ കിട്ടുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് നമുക്ക്. ആ സന്തോഷമാണ് റിയൽ സന്തോഷം, റിയൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. കാരണം അത് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ചെയ്യുകയാണ്, അതിന് കൂടാതെ നമുക്ക് നല്ലതാണെന്നൊരു അക്സെപ്റ്റൻസ് ഉണ്ട്. അവിടെ നിന്ന് മുതൽ നമ്മുടെ ഈ ഡോപ്പമിനും സെറോട്ടോണിനും എൻഡോഫിൻസും ഓക്സിറ്റോസിനും ഒക്കെ ഒരു മീഡിയം ലെവലിലോട്ട് ഒരു പാകത്തിനെത്തി തുടങ്ങും. എന്തെങ്കിലും ഭർത്താവും ഭാര്യയും തമ്മിൽ പ്രശ്നമുണ്ടോ, രാവിലെ എണീക്കുമ്പോൾ നമുക്കൊന്ന് ചിരിക്കാൻ തോന്നും. കാരണം നമ്മളിൽ ഒരു ഹാപ്പിനെസ്, സെൽഫ് ലവ് നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഒരു പാർട്ടാണത്. അപ്പൊ അവിടുന്ന് തുടങ്ങുക, നമ്മളിലേക്ക് ഇങ്ങനെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക. ഒന്ന് ഇഷ്ടപ്പെടട്ടോ, സ്നേഹിക്കണട്ടോ, ദയ കാണിക്കണട്ടോ, കരുണ കാണിക്കണട്ടോ. കാരണം പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആക്ടിവേറ്റ് ആയി. പിന്നെ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് നമ്മുടെ എല്ലാ ഇമോഷൻസിനും ബാലൻസ് ചെയ്യുക എന്നുള്ളത് പിന്നെ ബ്രെയിനിന്റെ പണിയാ. ഇതുവരെ മൂപ്പർക്ക് ആ പണി ഇല്ല. കാരണം നമ്മൾ നേരം വൈകി എണീക്കുമ്പോൾ എപ്രാളപ്പെട്ട് പണി ചെയ്യും. മൂപ്പർക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ എക്സ്ട്രാ സമയം കിട്ടി നമുക്ക് വേണ്ടി ചിന്തിക്കാന്, മൂപ്പർ നമുക്ക് വേണ്ടി കുറച്ച് സമയം ഇങ്ങനെ ചെലവഴിച്ച് അങ്ങനെയൊക്കെ ചെയ്യണട്ടോ. നമ്മൾ മനുഷ്യനാണ്, എല്ലാരും സ്നേഹിക്കണം. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, ഫൊഗീവ് ചെയ്യണം. ആ ഫൊഗീവ്നെസ് വരെ വരുന്നത് നമ്മൾ റൂട്ടീൻസിലെ ചേഞ്ചസിലൂടെയാണ്. അത്രത്തോളം നമ്മൾ ഫൊഗീവ് ചെയ്യാനും ഗ്രേറ്റ്ഫുൾ ആവാനും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മള് ഇന്നർ സെൽഫ് പ്രിപ്പയർഡ് ആക്കി തുടങ്ങും. അപ്പൊ ഇതാണ് നമ്മുടെ റിയൽ ഹാപ്പിനെസിന്റെ ഒരു സ്പേസ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ മൈൻഡ് ബോഡി കണക്ഷനിലേക്ക് പറയാനുള്ള ഒരു കാര്യത്തിലാണത്. കാരണം ആ റിയൽ ഹാപ്പിനെസ് ആണ് യഥാർത്ഥത്തിൽ നമുക്ക് സ്ട്രെസ് ഹോർമോൺസിനെ ഡൗൺ ചെയ്യുന്നത്. ഈ സ്ട്രെസ് ഹോർമോൺസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. കോർട്ടിസോൾ എന്ന് പറയുന്നതും അതേപോലെ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് എന്നൊക്കെ പറയുന്നതും നമ്മുടെ കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതിന് ഭയങ്കര ഹൈ ലെവലിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ബ്ലഡ് പ്രഷർ കൂടും, നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും, ബോഡി ഒരുപാട് രീതിയിൽ ഇൻഫ്ലെയിംഡ് ആവും.
അപ്പൊ രാവിലെ എണീക്കുമ്പോഴേ നമ്മൾ ഇൻഫ്ലെയിംഡ് ആണെങ്കിൽ, നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്തെ സ്പിരിച്വൽ ടോപ്പിക് ക്ലാസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും സ്പിരിച്വൽ ടോപ്പിക്കുകളൊക്കെ ഞാൻ എടുക്കാറുണ്ട്. അപ്പം നമ്മുടെ ഒരു രാവിലെ എണീക്കുന്ന സമയത്ത് തന്നെ നമ്മളിപ്പോ ഒരു സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് മോതിരം, അതുപോലത്തെ വളയൊക്കെ ഇടുന്ന ആൾക്കാര് ഈ വളയുടെ പാടൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഈ ഡ്രസ്സിന്റെ പാട്, ഡ്രസ്സ് ഇച്ചിരി ടൈറ്റുള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ ആ ഡ്രസ്സിന്റെ പാടൊക്കെ രാവിലെ എണീക്കുമ്പോൾ ഉണ്ടാവും. അപ്പൊ ശരീരത്തിൽ അപ്പൊ നമ്മളെല്ലാരും ഒരു ഇൻഫ്ലെയിംഡ് ആയിട്ട് ഇച്ചിരി നീര് വെച്ചിട്ടാണ് നമ്മളൊക്കെ എണീക്കണത്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ മര്യാദക്ക് ഉറക്കം തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ആ ഉറക്കം നമുക്ക് വേണ്ട രീതിയിൽ ബ്രെയിന് യൂസ് ചെയ്തിട്ടില്ല. കാരണം ബ്രെയിൻ യൂസ് ചെയ്യുന്നത് എന്താ, ഈ ഉറക്കത്തിലാണ് ബ്രെയിനിന്റെ ക്ലെൻസിങ് പരിപാടി നടക്കുന്നത്. ബ്രെയിനിനെ ക്ലീൻ ചെയ്യുന്ന പണി ഉറക്കത്തിലാണ് നടക്കുന്നത്. അപ്പൊ ബ്രെയിനിനെ ക്ലീൻ ചെയ്യാനുള്ള പരിപാടി ബ്രെയിനിന് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ബോഡി ഇൻഫ്ലെയിംഡ് ആയിരിക്കും നമ്മൾ രാവിലെ എണീക്കുമ്പോൾ. ഇത് ഒരു ദിവസത്തെ പണിയല്ല കേട്ടോ, വർഷങ്ങളായിട്ട് ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഉണ്ടാവുക. അപ്പൊ രാവിലെ എണീക്കുമ്പോൾ തന്നെ കാലിന്റെ അവിടെ ഇവിടെയൊക്കെ ഒരു മൂവ്മെന്റിൽ വേദന, ജോയിന്റിൽ വേദന. ഇപ്പൊ എന്താ വേദന? എന്താ? നീര് വെച്ചിട്ടുണ്ട്, ഇൻഫ്ലെയിംഡ് ആയിട്ടുണ്ട്. അപ്പൊ ചില ആൾക്കാർ രാവിലെ എണീക്കുമ്പോൾ ഇച്ചിരി പാടാണ്, പിന്നെ ഒന്നിങ്ങനെ ചൂടാക്കി നടന്നു കഴിഞ്ഞാൽ ഫ്രീ ആയി. ബോഡി ഒന്ന് എനർജൈസ് ആകുമ്പോൾ സമയം ഓക്കെ ആയി. പക്ഷെ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ഇൻഫ്ലെയിംഡ് ആണ്. ഇൻഫ്ലെയിംഡ് ആയ ഒരാൾക്ക് എപ്പോഴും എണീക്കുമ്പോൾ കുറച്ച് നേരം കിടക്കാൻ തോന്നും, സ്വാഭാവികമായിട്ടും അങ്ങനെ തോന്നും. അങ്ങനെ തോന്നുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കിക്കോളി, നമ്മൾ ആരും ഇൻസ്പയർഡ് അല്ല. കാരണം നമ്മുടെ ശരീരത്തിൽ എവിടേക്കോ പ്രശ്നമുണ്ട്. നമ്മളെ ബ്രെയിനിന് എവിടേക്കോ കാര്യങ്ങൾ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് ഹീൽ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ ഉറക്കം തന്നെ ശരിയായിട്ടില്ല. നമ്മൾ ഭക്ഷണത്തിൽ എവിടേക്കോ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ചിന്തകളിൽ എവിടേക്കോ ഒരു പ്രശ്നമുണ്ട്. എല്ലായിടത്തും നമ്മൾ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം നമുക്ക് ഇങ്ങനെ തോന്നി തുടങ്ങുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ഒരൊറ്റ ഉറക്കം എണീക്കുന്ന ആ ചെറിയൊരു മൊമെന്റ് വെച്ചിട്ട് നമ്മൾ തുടങ്ങാം. എന്നിട്ട് അവിടെ മുതൽ നമ്മൾ തുടങ്ങുകയാണ്. ഒരു ദിവസത്തെ പ്ലാനിങ് മാത്രം കേട്ടോ, 5 വർഷത്തെ പ്ലാനിങ്ങോ 2 വർഷത്തെ പ്ലാനിങ്ങോ ഒന്നുമില്ല. ആ ദിവസത്തെ പ്ലാൻ മാത്രം ഒന്ന് അന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അത് കൃത്യമായിട്ട് ചെയ്യാന് മനസ്സിനെ പറഞ്ഞ് പ്രേരിപ്പിക്കുക. മനസ്സിനോട് നമ്മളിങ്ങനെ നമ്മൾ സെൽഫിനോട് പറഞ്ഞ് അതൊന്ന് തിട്ടപ്പെടുത്തി വെക്കുക. ഇതാണ് ചെയ്യേണ്ടത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ കോർട്ടിസോൾ ലെവൽ, സ്ട്രെസ് ഹോർമോൺസ് എന്ന് പറയും കോർട്ടിസോൾ. ഈ കോർട്ടിസോൾ ഹൈ ആയിട്ടാണ് നമ്മൾ എണീക്കുന്നതെങ്കിൽ നമ്മൾ ബോഡി എപ്പോഴും ഇൻഫ്ലെയിംഡ് ആയിരിക്കും, ബോഡി ഓൾറെഡി ഹീറ്റ് ആയിരിക്കും. കാരണം എണീക്കുന്ന സമയത്ത് ബോഡി ഒരിക്കലും ഹീറ്റ് ആവാൻ പാടില്ല. നമ്മൾ നല്ല ബോഡി വാം ആയിട്ട് നിൽക്കണം. അവിടെ നമ്മൾ ഹീറ്റ് ആവുന്ന സമയത്ത് ബോഡി ഹീറ്റിലോട്ട് എത്തുന്നുണ്ടെങ്കിൽ കോർട്ടിസോൾ ലെവലിൽ അപ്പ് ആയിട്ടാണ്. അതായത് രാവിലെ എണീക്കുമ്പോഴേ നമുക്കൊരു മടുപ്പാണ്, രാവിലെ എണീക്കുമ്പോഴേ നമുക്കൊരു മുഷിപ്പാണ്, രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇനി പണിക്ക് പോകണല്ലോ, ഇനിയിപ്പോ അത് ചെയ്യണല്ലോ, ഇനി രാവിലെ അന്നല്ല ഞാൻ അവിടുത്തെ പറഞ്ഞ രാത്രി തന്നെ ചെയ്തു കൊടുത്താൽ മതിയെന്നു, ഇനി രാവിലെ ഇതൊക്കെ ചെയ്തു കൊടുക്കണല്ലോ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ രാവിലത്തെ ചിന്തകൾ. എങ്ങനെ നമ്മൾ ആ ദിവസത്തെ പ്ലാൻ ചെയ്യാൻ പറ്റും? എങ്ങനെ കോർട്ടിസോൾ ലെവൽ കൂടാതിരിക്കും? ഈ കോർട്ടിസോൾ ലെവൽ കൂടിയാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാ? പിന്നെ ശരീരത്തിൽ ഇൻഫ്ലെയിംഡ് ആയി നീര് വെച്ച് തുടങ്ങി, എണീക്കാൻ തന്നെ മടുപ്പായി തുടങ്ങി. എണീക്കണമെങ്കിൽ തന്നെ പിന്നെ 4 ആളെ കൂടെ വേണമെന്നുള്ള കോലത്തിൽ നമ്മൾ എണീക്കുക. ഒന്ന് ഇരുന്ന് കുറച്ചു നേരം അവിടെ ഇരുന്ന് കുറച്ചു നേരം ഫോൺ കണ്ട്, പിന്നെ എണീറ്റ് ഒന്ന് ഫ്രഷ് ആയി, പിന്നെ അവിടെ സോഫയിൽ സെറ്റിൽ പോയിട്ട് ഇരുന്ന് അവിടെയും കുറച്ചു നേരം ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടായി, പിന്നെ കാലൊക്കെ ഒന്ന് നിവർത്തി അവിടെ കുറച്ചു നേരം കിടന്ന്, ഇങ്ങനെ നമ്മളിങ്ങനെ പോകും. അപ്പോ ഡെഫിനറ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയാലാണ് നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അനലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട പണിയാണ് ഞാൻ ഈ പറഞ്ഞത്. നാളെ ഓരോ ആളുകൾ ഇതിലിരിക്കുന്ന ഒരാൾ പോലും മാറരുത്. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ദിവസം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയതാ, ഒരു ചെറിയൊരു സമയം നിങ്ങൾ ഇരിക്കാൻ വന്നതാ. ഒരു കാര്യം സെറ്റ് ചെയ്യുക നാളത്തേക്ക് വേണ്ടിയിട്ട്. അത് എന്തായാലും ഞാൻ ചെയ്യും, എന്തായാലും ഞാൻ ചെയ്യും. കാരണം രാവിലെ 7 മണിക്ക് എണീക്കുന്ന ഒരു 6:30ക്ക് എണീക്കുക ഒരു പ്രശ്നമുള്ള കാര്യമില്ല. ഒരു ചെറിയൊരു ഫെമിലിയാരിറ്റി ബ്രെയിനിനെ നമുക്കൊന്ന് ഓപ്പോസിറ്റ് ചെയ്ത് നോക്കി നിങ്ങൾ. എന്നും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിയിട്ട് ബ്രെയിനിനെ ഒന്ന് കൊടുത്തു നോക്ക് ഒരു ദിവസം. ബ്രെയിന് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. ആദ്യം കുറെ റെസിസ്റ്റ് ചെയ്യിപ്പിക്കും. ചെയ്യണോ വേണ്ടേ? അലാം അടിക്കുമ്പോൾ 6:30 ആയിട്ടുള്ളൂ, എന്ന് എണീക്കണത്, ഒരു അരമണിക്കൂറും കിടക്കുക. ബ്രെയിൻ നമ്മളിങ്ങനെ റെസിസ്റ്റ് ചെയ്ത് തരും നമുക്ക്. കാരണം ബ്രെയിനിന് ഫെമിലിയർ ആയുള്ള പണി ചെയ്യാനേ ഇഷ്ടമുള്ളൂ. നമുക്ക് അങ്ങനെയാണല്ലോ അല്ലെ? എന്നും ചെയ്യുന്ന പണി ചെയ്യാനേ ഇഷ്ടമുള്ളൂ. പുതിയ ചെയ്യാൻ ഒരു മടിയാണ്. എന്തിനപ്പോ ചെയ്യുക? കാരണം ഇത് ആരാ റെസിസ്റ്റ് ചെയ്യുന്നത്? ബ്രെയിനാ. കാരണം മൂപ്പർക്ക് എന്നും ഫെമിലിയർ ആയ കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം. എന്തെങ്കിലും ഒരു ചേഞ്ച് മൂപ്പർക്ക് തിരിച്ച് റെസിസ്റ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ, അവിടെയാണ് നമ്മൾ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടെയാണ് നമ്മൾ ഇൻസ്പയർഡ് ആവുന്നത്. ഓക്കെ, ദിസ് ഈസ് നോൺ ആസ് റിയൽ ഹാപ്പിനെസ്. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. അത് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.
യുനസ് ജി, യെസ്. അമേരിക്കയിൽ നിന്ന് ഡോക്ടർ വേണുഗോപാൽ. ഞാൻ ഈ ഹാപ്പിനെസ്സിനെ കുറിച്ച് നിരന്തരം ഒരുപാട് വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. അതിന്റെ ഫലമായിട്ട് ഈ വ്യാഴാഴ്ച ഞാൻ കൊടുക്കാൻ പോകുന്ന ടോക്കാണ് ബി സെൽഫിഷ്, ബി ബ്ലിസ്ഫുൾ. നിങ്ങൾ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ സെൽഫിഷ് ആകണം. വ്യാഴാഴ്ച എന്റെ ടോക്കിന് വരാൻ പറ്റുമെങ്കിൽ വരിക. എങ്ങനെയാണ് സെൽഫിഷ്നെസ് നമുക്ക് ഹാപ്പിനെസ് കൊണ്ടുവരുന്നത്? ഓക്കെ, താങ്ക് യു. നമ്മുടെ ഇന്നത്തെ ഹാപ്പിനെസ് ക്ലാസ് സാറിന് എങ്ങനെ ഫീൽ ചെയ്തു? വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഇതിൽ എപ്പോഴും ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നതിൽ എല്ലാവരും നേരത്തെ as you said, ഇവിടെ ഞാൻ ഒരു ഇത് പറയാം. ഒരു ലാഫ്റ്റർ യോഗ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതിൽ കൂടെ ഒരുപാട് ഹാപ്പി ആവുമെന്ന് പറഞ്ഞാണ്. ഇല്ല. അതായത് നിങ്ങൾക്ക് സ്ട്രെസ് നിങ്ങൾ ഫീൽ ചെയ്യുമ്പോഴാണ് ആ ഹോർമോൺസ് റിലീസ് ആകുന്നത്. സ്ട്രെസ് വരുമ്പോൾ അല്ലേ, ഫിയർ, ആങ്സൈറ്റി, സ്ട്രെസ്, ദെൻ നിങ്ങളുടെ കോർട്ടിസോളും അഡ്രീനലും എല്ലാം റിലീസ് ആവുന്നു. അതല്ലാതെ ആദ്യം അഡ്രീനലും ഇതും വന്നിട്ട് പിന്നെ അല്ല സ്ട്രെസ് വരുന്നത്. അതുപോലെ ലാഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഉള്ളിലൊരു എമോഷൻ നിങ്ങൾ അത് വന്നതിന് ശേഷമാണ് ഈ ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത്, ഹാപ്പി ഹോർമോൺസ് ചിരിക്കുമ്പോൾ. അതല്ലാതെ ഹാ 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 ഹു 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 ഹി 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 എന്ന് പറഞ്ഞ് ഒരു ഹോർമോൺ റിലീസ് ആകത്തില്ല. പക്ഷേ എനിക്ക് റിലീസ് ആകും. എപ്പോഴെന്ന് അറിയാം, ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇത് കാണുമ്പോൾ, ആ കോപ്രായം കാണുമ്പോൾ എനിക്ക് ചിരി വരും. അത് എനിക്ക് കൊള്ളാം. എനിക്ക് ഈ ലാഫ്റ്റർ യോഗ ചെയ്യുന്നവരെ കാണുമ്പോൾ എനിക്ക് ചിരി വരും, എനിക്ക് കൊള്ളാം. അതായത് ഇപ്പം ജഗദീഷ് ശ്രീകുമാർ സിനിമയിൽ അഭിനയിക്കുന്നു. അങ്ങനെ ഒരു കോമഡി രംഗത്ത് അല്ലെങ്കിൽ വേറെ പിന്നെ അവർ ഹാ 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 എന്ന് പൊട്ടിച്ചിരിച്ച് ക്യാമറ മുമ്പിൽ ഇരിക്കുകയും വെച്ചാൽ അവരുടെ ഹാപ്പി ഹോർമോൺസ് കൂടുമെന്നാണോ? നോ വേ. അഭിനയിക്കുകയാണ്, ആർട്ടിഫിഷ്യലാണ്. നിങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഈ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഹോർമോൺസ് റിലീസ് ചെയ്യത്തില്ല. അത് മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ടോ അത് ഇത് ഇത്രയ്ക്ക് ഒരു മെഡിക്കൽ ഡോക്ടറാണ് ഇതിന് ആൾക്കാരെല്ലാം പറ്റിപ്പിച്ചു നടക്കുന്നത്. ഒരു മദൻ കട്ടേരിയ അങ്ങനെയാണ് ലാഫ്റ്റർ യോഗ എന്ന് പറഞ്ഞ് എല്ലായിടത്തും പാർക്കിലും മറ്റിടത്തും എല്ലായിടത്തും ഇരുന്ന് ഒരു 10-20 പേര് ഒന്നിച്ചിരുന്നുകൊണ്ട് ഹാ 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 എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കും കേട്ടാ. പക്ഷെ അതുകൊണ്ട് ഒരു ഗുണമുണ്ട്. രാവിലെ ഒന്നുമില്ലെങ്കിൽ 10-20 പേര് അവിടെ ചെന്ന് മീറ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് നാട്ടുവർത്തമാനം പറയാൻ പറ്റും. ആ ലോൺലിനെസ് വീഴത്തില്ല. മോൾ എന്ത് ചെയ്യുന്നു, ഇപ്പം മോൻ എന്ത് ചെയ്യുന്നു, നിംസി ഇപ്പം എന്ത് ചെയ്യുന്നു, നിംസിയെ കണ്ടില്ല, വന്നിട്ട് എന്തായി, അങ്ങനെ കുറെ കുശലം അന്വേഷിക്കാൻ പറ്റും. അത് കൊള്ളാം. ദാറ്റ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. പക്ഷേ ഈ പറയുന്ന യോഗ, ലാഫ്റ്റർ യോഗ ഉണ്ട്, നോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടോ? വോയിസ് ഇല്ല. എങ്കിലും താല്പര്യമുണ്ട്, അല്ലെങ്കിൽ യുനസ് ജിക്ക് നിങ്ങൾക്ക് ഒബ്ജക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വ്യാഴാഴ്ചത്തെ ആ ബി സെൽഫിഷ് ബി ബ്ലിസ്ഫുൾ അതിൻ്റെ ലിങ്ക് ഇട്ടുതരാം. കുഴപ്പമില്ല. ഓക്കെ. ചിലർക്ക് അതൊരു ഐ എം നോട്ട് എ കോമ്പറ്റീഷൻ ഫോർ എനിബഡി. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആരും നിങ്ങളുടെ കോമ്പറ്റീഷൻ അല്ല. സെൽഫ് കോൺഫിഡൻസ് ഇല്ല അവർക്കാണ് അയ്യോ അയാൾ വന്ന് ഇതായി പോവും, ഷൈൻ ചെയ്തളയോ, ഈ ഇത് ത്രട്ട് വരുന്നത്. ദേ സീ അനദർ പേഴ്സൺ ആസ് എ ത്രട്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും. നെക്സ്റ്റ് ആരെങ്കിലും ഒന്ന് സംസാരിക്കാം. നമ്മൾ ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങളൊന്ന്, ആരും ക്യാമറയിൽ വരുന്നില്ല, ജസ്റ്റ് എന്തെങ്കിലും സംസാരിക്കെങ്കിലും ചെയ്തോളൂ നിങ്ങൾക്ക്. ഡൗട്ട് ഉണ്ട് സാർ. ഈ രാവിലെ എഴുന്നേറ്റ് ബ്ലിസ്ഫുൾ ആയിട്ട് തുടങ്ങണം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്തെ ഒരു ധൃതി ഉണ്ടല്ലോ, എല്ലാ ഇതിലും ഒരു ഓട്ടപ്പാച്ചിൽ, അതുകൊണ്ട് തന്നെ അതിനൊന്നും സമയം കിട്ടുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ അവിടെയും വരുന്നുണ്ട്. അതെ, സമയം കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥ നമുക്ക് എല്ലാത്തിലും വരുന്നുണ്ട്. അത് നമുക്ക് സമയം കിട്ടുക എന്നുള്ളത്, എപ്പോഴാണ് നമുക്ക് സമയം കിട്ടുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് സമയത്തെ കൃത്യമായിട്ട് നമ്മൾ
ഇപ്പോ എത്രയോ തിരക്കുള്ള സമയത്ത് കൃത്യമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. കൃത്യമായിട്ട് നമുക്ക് സമയത്തെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് 24 മണിക്കൂർ ഏകദേശം മതി എന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇതിനെ റിസർച്ച് ചെയ്യുന്ന ഓരോ ആളുകളും, അതായത് ഇപ്പൊ നമ്മൾ നല്ല രീതിയിൽ സക്സസ് ആയി നിൽക്കുന്ന ആളുകള്, പലതരത്തിലുള്ള കമ്പനികൾ മാനേജ് ചെയ്യുന്ന ആളുകള്, ഒരാളുടെ തിരക്ക് എത്രത്തോളം ഡെപ്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അത്രയും ഡെപ്തിൽ തിരക്കുള്ള ബിസി ആയ ഒരാളുടെ സമയത്തെ റെഗുലേറ്റ് ചെയ്തതിന് ശേഷം അയാൾക്ക് ലഭിക്കുന്ന മീ ടൈം, എനിക്ക് വേണ്ട സമയം എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പറ്റും എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ സമയമില്ല, തിരക്കാണ് എന്ന് പറയുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഇത്തരം ക്ലാസ്സുകളിൽ എന്തില്ല, ഒരു സ്പേസ് ഇല്ല എന്ന് ഞാൻ പറയാം. തിരക്കില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും തിരക്കുണ്ട്. ആ തിരക്കിലും നിങ്ങൾക്ക് വേണ്ട ഒരു സമയം ചെലവഴിച്ചിട്ടല്ലേ നിങ്ങളോട് വന്നിരുന്നത്. അപ്പോ നിങ്ങൾക്ക് വേണം എന്ന് തോന്നിയപ്പോൾ നിങ്ങൾ എല്ലാവരും വന്നിരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ എത്രയോ ആളുകൾ ആഗ്രഹിച്ചിട്ട് വന്നിട്ടില്ല, കാരണം അവർക്ക് തിരക്കാണ്. അപ്പൊ ആ തിരക്കിനെ നേരത്തെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് ഇന്നത്തെ ഒരു ക്ലാസ് ഉണ്ടല്ലോ എന്ന് പ്ലാൻ ചെയ്ത് വരാൻ എപ്പോഴാണോ ഒരാൾക്ക് പറ്റുന്നത്, അവിടുന്നെയാണ് അയാൾ ടൈം റെഗുലേറ്റഡ് ആണോ, ടൈം സ്കെഡ്യൂൾഡ് ആണോ എന്ന് മനസ്സിലാക്കുക. അപ്പൊ രാവിലെ എണീക്കാൻ എന്നും ഒരു 3 മണിക്ക് ഉറങ്ങുന്ന ഒരാളോട് 8 മണിക്ക് എണീക്കുന്ന ഇയാളത്ത് ഞാൻ അരമണിക്കൂർ നേരത്തെ എണീക്കണം എന്ന് ഞാൻ പറയില്ല. കാരണം ഈ 3 മണിക്കുന്ന ഉറങ്ങുന്ന ഒരാളടുത്ത് ഞാൻ ആദ്യം പറയാ, നിങ്ങൾ കൃത്യമായിട്ട് ഒരു അറ്റ്ലീസ്റ്റ് 12 മണിക്കെങ്കിലും ഉറങ്ങി ശീലിക്കാനാണ് ഞാൻ പറയാം. കുറച്ച് നേരത്തെ ആക്കും. അപ്പൊ എന്നിട്ട് രാവിലത്തെ സമയം കുറച്ചും കൂടെ നമുക്ക് കൂടുതൽ കിട്ടുന്ന രീതിയിലേക്ക് മാറ്റും. എന്നിട്ട് അയാളുടെ ടൈമിനെ കംപ്ലീറ്റ് ഓർഗനൈസ് ചെയ്യിക്കാൻ പറ്റും. കാരണം നമ്മുടെ സമയം, ഉറക്കത്തിന്റെ സമയം പോലും ഒരു സയന്റിഫിക്കലി പ്രൂവ്ഡ് അല്ല. എന്ത് 6 മണിക്കൂർ ഉറങ്ങണം, 7 മണിക്കൂർ ഉറങ്ങണം, 8 മണിക്കൂർ ഉറങ്ങണം എന്നൊന്നുമില്ല. ഉറക്കം നമുക്ക് തരുന്നത് പോലും ബ്രെയിനിനെ ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ശരീരത്തിന് വേണ്ടത്. അത് ഏകദേശം ഒരു 3 മുതൽ 4 മണിക്കൂറിന്റെ ഉള്ളിൽ ഏകദേശം നല്ല രീതിയിൽ തന്നെ ആ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ ഡീപ്പിലുള്ള ഒരു സ്ലീപ്പ് കിട്ടിയാൽ പോലും അയാൾക്ക് ഒരു ദിവസത്തെ മാനേജ് ചെയ്യാനുള്ള എനർജിയും ഹീലിങ്ങും അയാളുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഉറക്കത്തിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഇൻഫ്ലെയിംഡ് ആവും. അങ്ങനെ ഇൻഫ്ലെയിംഡ് ആയ ഒരാൾക്ക് ഈ പറഞ്ഞ പോലെ രാവിലെ എണീക്കുന്നിടത്ത് നമുക്ക് ആ ഒരു ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ഒരു എണീക്കലുണ്ടാവും, ഒരു ആനന്ദം, ഒരു ആഹ്ലാദം ഫീൽ ചെയ്യില്ല. ഇനി അങ്ങനെ ഫീൽ ചെയ്യാൻ തീരുമാനിച്ചാലും നിങ്ങൾ പറയുന്ന പോലെ ആ ഒരു സമയത്ത് നമുക്ക് ഭയങ്കര തിരക്കാണ്, വെപ്രാളം പിടിച്ച് ചെയ്യുന്നുണ്ടെങ്കിലും അയാൾ ഇൻസ്പയർഡ് അല്ല, അത്രേ ഉള്ളൂ. ഇൻസ്പയർഡ് ആവണമെങ്കിൽ സെൽഫിലേക്ക് സമയം കൊടുത്തേ പറ്റൂ. അവിടെ നമുക്ക് വേറെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, നിങ്ങൾക്ക് ഇപ്പൊ അതൊക്കെ പറഞ്ഞാൽ മതി, ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റേത് ചെയ്യണം. എനിക്കങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇവിടെ മാറ്റം നിങ്ങൾക്കാണ് വേണ്ടത്. ഇപ്പൊ മീൻസ് നിങ്ങളെ പേഴ്സണലി അല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ അങ്ങനെ ആരാണോ ഉദ്ദേശിക്കുന്നത്. രാവിലെ എണീക്കാൻ എനിക്ക് അങ്ങനെ പ്രശ്നമുണ്ട്, നിങ്ങൾക്കിപ്പോ എത്രയോ ആൾക്കാർ, ചില ആൾക്കാരൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പറയാറുണ്ട്, സാർ ഇപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ആണെങ്കിലും എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം പോവാന്. അപ്പൊ ഇതൊന്നും എനിക്ക് ഈ സമയത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ എനിക്കൊരു സമാധാനത്തിൽ എണീക്കാനും ആക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ചോദിക്കാറുണ്ട്, ആർക്കാ മാറ്റം വേണ്ടത്? നമുക്കാണ് മാറ്റം വേണ്ടത്. നമുക്ക് മാറ്റം വേണമെങ്കിൽ നമ്മൾ നമ്മളുടെ സമയത്തെ മാറ്റിയിരിക്കണം, നമ്മളെ ജോലികളെ മാറ്റിയിരിക്കണം. എന്താണോ വേണ്ടത്. ചില സമയത്ത് ഞാൻ അതിനെ ഇപ്പൊ ഇങ്ങനെ പറയുമ്പോഴും ഞാൻ അതിനെ എങ്ങനെയാണോ ക്ലീൻ ചെയ്യാറുള്ളത്, എങ്ങനെയാണ് ഞാൻ അതിനെ ശരിയാക്കി കൊടുക്കലെന്ന് വെച്ചാൽ, ഇപ്പോ നിങ്ങൾ ഒരാൾ പറയാണ്, എനിക്ക് രാവിലെ ഞാൻ 5 മണിക്ക് ഞാൻ എണീക്കും, 8 മണിക്ക് എനിക്ക് പോകണം, 3 മണിക്കൂർ സമയം കിട്ടുന്നത്. ഈ 3 മണിക്കൂറിൽ എനിക്ക് ഭയങ്കര പണിയാണ്, അപ്പൊ എനിക്കൊന്നിനും സമാധാനം കിട്ടുന്നില്ല എന്നൊരാൾ പറഞ്ഞാൽ, ഇയാളുടെ 3 മണിക്കൂറിന്റെ പണി ഞാൻ കംപ്ലീറ്റ് ചോദിക്കും. എന്നിട്ട് അതിൽ ആ ദിവസം അയാൾക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഞാൻ ക്ലാസിഫൈ ചെയ്ത് കൊടുക്കും. അതിൽ എന്തൊക്കെയാണെങ്കിലും അയാൾക്ക് ആവശ്യമുള്ളതും ഉണ്ടാവും, കുറച്ചൊക്കെ അയാൾക്ക് ആവശ്യമില്ല, അന്ന് തന്നെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലാത്ത കുറച്ച് പണികൾ അതിലുണ്ടാവും. അപ്പൊ അതിനൊന്ന് മാറ്റി നിർത്തിയാൽ ആ 3 മണിക്കൂർ കൊണ്ട് അയാൾക്ക് അന്ന് ചെയ്തു തീർക്കേണ്ട പണികൾ മാത്രം ചെയ്താൽ ആ ഒരു ദിവസം അയാൾക്ക് ഈസി ആയിട്ട് ആ 3 മണിക്കൂറിനെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ തിരക്ക് എന്ന് പറയുന്നതിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇൻകംപ്ലീറ്റഡ് ആയിരിക്കും നമ്മുടെ ജോബ് എല്ലാതും. ഒരു പണിയും മര്യാദക്ക് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെ മര്യാദക്ക് ചെയ്യാൻ പറ്റാത്തത് നമ്പർ ഓഫ് ഇൻവോൾവ്മെന്റ്, നമ്പർ ഓഫ് ജോബിന്റെ എല്ലാ സാധനങ്ങളും തലയിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ദിവസം വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റൂല. പല കാര്യങ്ങൾ ലാഗ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാനും പറ്റൂല, കാരണം അവിടെ ടൈമിന് ഒരു ബാലൻസിങ് ഇല്ല. അപ്പൊ ഇതൊന്നും ആ ഒരു 3 മണിക്കൂറിൽ ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം 5 മണിക്ക് എണീറ്റിട്ടും 8 മണിക്ക് പോകുന്നതിൽ അയാൾക്കൊരു സമാധാനം ഉണ്ടാവില്ല.
നേരെ മറിച്ച് ഇതെല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ടൈം സെറ്റ് ചെയ്ത് അയാൾ 6 മണിക്ക് എണീറ്റാലും 8 മണിക്ക് അയാൾക്ക് സമാധാനത്തിൽ പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ടൈം ഇല്ല, എനിക്ക് തിരക്കാണ് എന്ന് പറയുന്ന ഒരാളോടാണ് ഇത് പറയുന്നത്. ആ തിരക്ക് എന്ന് പറയുന്നത് ഒന്നുമല്ല, സെൽഫിനെ ആക്ച്വലൈസ് ചെയ്യാൻ ഇതുവരെ അയാൾക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ്. അല്ലെങ്കിൽ ഇൻസ്പയർഡ് അല്ല, സെൽഫ് ഇൻസ്പയർഡ് അല്ല, വേറെ എന്തിനൊക്കെയോ വേണ്ടി നമ്മൾ വല്ലാതെ ക്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ എന്തിനൊക്കെയോ വേണ്ടി വല്ലാണ്ട് നമ്മൾ സമയത്ത് ചെലവഴിച്ചിട്ട് നമ്മൾ ആർക്കും ഉപകാരമില്ലാത്തൊരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിയലൈസേഷൻ ആണ് അവിടെ വരേണ്ടത്. ഞാൻ ഒരു കാര്യം ഇതിനായിട്ട് ഒന്ന് കണക്ട് ചെയ്തെന്ന് പറയട്ടെ. ഒന്ന്, ഐ റിയലി നിങ്ങൾ ആ പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ ഞാനിത് എൻ്റെ പലപ്പോഴും പറയുന്നതാണ്. ഈ 6 മണിക്കൂർ ഈ ഉറക്കം ഇങ്ങനെ കൃത്യമായിട്ട് 6 മണിക്കൂർ 8 മണിക്കൂർ ഒരിതുമില്ല. ഒരു 4 hours തന്നെ കൊണ്ട് നന്നായിട്ട് റീചാർജ് ചെയ്ത് ഇരിക്കുന്നതാണ്. രണ്ടുപേരുടെ പറയാം. ഒരാൾ മരിച്ചുപോയി, ഒരാൾ ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്. മരിച്ചുപോയത് ഇന്ദിരാഗാന്ധി ഒരു ദിവസം ഒരു 4 മണിക്കൂറാണ് അവരുടെ മിക്കപ്പോഴുള്ള ഒരു സ്ലീപ്പിന്. അടുത്ത ഇപ്പോൾ ജീവിച്ചിരിപ്പോഴാണ് നരേന്ദ്രമോദി, പുള്ളിയും ഒരു 4 മണിക്കൂർ. ദി സെയിം വേ ചന്ദ്രബാബു നായിഡു അതുപോലെ ഒരു 4-5 മണിക്കൂറേ ഉള്ളൂ ഇത് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം തെറ്റായിട്ടുള്ള കുറെ ഇതാണ്. 6 മണിക്കൂർ 8 മണിക്കൂർ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു. സോ ദാറ്റ് ഈസ് വൺ തിങ്. രണ്ടാമത്തത്, ഈ ടൈം ഇവിടെ എല്ലാവരും പറയുന്നത് തിരക്ക് തിരക്ക് തിരക്ക്. ഒരു തിരക്കും ഇല്ല. ഇത് ബിസി എന്നുള്ള വേർഡിനെ ഏറ്റവും മിസ്യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ബിസി. എഫിഷ്യൻസി എന്നുള്ളത് ഇല്ലാത്തത് കൊണ്ടാണ് തിരക്ക്. ഇപ്പൊ ഞാൻ ഇദ്ദേഹത്തിന്റെ തന്നെ യൂനസിന്റെ തന്നെ കഴിഞ്ഞാണ് ഞാൻ ചോദിച്ചു, ഒരു ദിവസം എത്ര പേഷ്യൻസിനെ നോക്കും, എത്ര ഇതാണ് ഒരു സമയമാണ് ഒരു പേഷ്യൻറ്റ് സ്പെൻഡ് ചെയ്യുന്നത്, എന്നിട്ട് വൈകുന്നേരം ഇതിൻ്റെയൊക്കെ. അപ്പോൾ ഹീ ഈസ് ഏബിൾ ടു കുറേ ടോക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ ടോപ്പിക്കാണെന്നുണ്ടെങ്കിൽ കുറെ കാര്യമായിട്ട് വായിച്ച് അതിനെ നന്നായിട്ട് ഡൈജസ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് മാത്രമേ അത് പ്രസന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ടോപ്പിക്സ് എല്ലാം ഇന്നത്തെ ഈ ടോപ്പിക് തന്നെ ഐ എം ഷുവർ ഹി മസ്റ്റ് ഹാവ് സ്പെൻഡ് ഒരു 3-4 മണിക്കൂറെങ്കിലും മിനിമം സ്പെൻഡ് ചെയ്താണ്. എങ്ങനെ പ്രസന്റ് ചെയ്യണം ആലോചിക്കേണ്ട, ആദ്യം തോട്ട്സ് എല്ലാം ഓർഗനൈസ് ചെയ്യണ്ടേ. ഇറ്റ് ടേക്സ് ടൈം മെറ്റീരിയലൊക്കെ. അപ്പോൾ അത് എഫിഷ്യൻസിയാണ്. നമ്മൾ അവിടെ ആരും തന്നെ എഫിഷ്യൻസിനെ കുറിച്ച് ഇത് ചെയ്യുന്നില്ല. അത് ഇൻഎഫിഷ്യൻ്റ് ആകുമ്പോഴാണ് ടൈം ഇല്ലാതാകുന്നത്. ഞാൻ എൻ്റെ ഒരു ടോക്ക് യൂട്യൂബിൽ കിടക്കും, എവിടെ കാണും. അതിൽ ബിസി സിൻഡ്രോം എന്ന് പറഞ്ഞൊരു ടോക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് 1-2 കൊല്ലത്തിന് മുമ്പ്. അത് എന്തുകൊണ്ടാണ് ആൾക്കാർ ബിസി ആകുന്നത്? ബിസി അല്ല, ടൈം സുന്ദരമായി എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. റോട്ടിലെ ഭിക്ഷക്കാരനും മറ്റേ പ്രസിഡന്റിനും 24 മണിക്കൂറേ ഉള്ളൂ. ബിൽ ഗേറ്റ്സിനും 24 മണിക്കൂറേ ഉള്ളൂ. അത് എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നു? ആർട്ട് ഓഫ് ഡെലിഗേഷൻ, അതും ഒരു ടോക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം യുനെസ് ജി നിങ്ങൾക്കും ആ ടോക്ക് ഒന്ന് കൊടുക്കാവുന്നതേ ഉള്ളൂ. തിങ്ക് അബൌട്ട് ഇറ്റ്. ഡെലിഗേഷൻ ഇത് ചെയ്യാറില്ല. പിള്ളേരെ വീട്ടില് ഒരു പണിയും ചെയ്യിപ്പിച്ചില്ല. പഠിക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് എല്ലാം ഉരുട്ടി വായിക്കാത്തതുകൊണ്ട് വച്ചു കൊടുക്കും. അവർ ഒന്നും പഠിക്കത്തില്ല. നിങ്ങളവിടെ ഒരു 12 വയസ്സ് 13 വയസ്സ് കഴിഞ്ഞ പെമ്പിള്ളേരെ കിച്ചണിൽ കൂടെ കയറ്റി അവരെയും കൊണ്ട് ജോലി ചെയ്യിക്കണം, പയ്യന്മാരെ ഇത് ചെയ്യിക്കണം. അങ്ങനെ വരുമ്പോൾ ടൈം നമുക്ക് കിട്ടുകയാണ്. അല്ലെങ്കിൽ എല്ലാം അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തിരിക്കുക, നമ്മുടെ ടൈം പോവാണ്. ഞാൻ എൻ്റെ മകനെ അവന് 11 വയസ്സായപ്പോൾ തന്നെ നേരെ മറ്റേ ഇതൊക്കെ നമ്മുടെ വാഷിംഗ് മെഷീനും ഡ്രയറും എല്ലാം എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് അവനാണ് പിന്നെ വീക്കെൻഡിൽ തുണിയൊക്കെ നനയ്ക്കുന്നതെല്ലാം അവൻ്റെ പണിയാണ്. അതുപോലെ പ്ലേറ്റ് എല്ലാം അവൻ കഴുകി വെക്കണം, അവനെ കൊണ്ട് ചെയ്യിക്കും. അല്ല ഞാൻ ഇരുന്ന് കഴിയൊന്നും വയ്ക്കാൻ പോകുന്നില്ല. അതിൻ്റെയൊക്കെ ചില കൊണ്ടൊക്കെ അവനെ കൊണ്ട് ചെയ്യിക്കും. ആ 11-12 വയസ്സിൽ തന്നെ ചെയ്യിച്ചാണ്. അത് ചെയ്യുന്നില്ല നമ്മുടെ നാട്ടിലുള്ളവർ. ഇവരെല്ലാം പൊതിഞ്ഞ് അവസാനം ഒരു കഴിവില്ലാതെ എല്ലാം ചെയ്തു കൊടുക്കുന്നത്. അത് മാറിയാൽ നമ്മുടെ നാട് നന്നാവും. ഓക്കെ, താങ്ക് യു. ഐ എം നോട്ട് ഗോയിങ് ടു മോണോപ്ലൈസ് ദി ഹോൾ സെഷൻ. താങ്ക് യു. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ് അത്, എഫിഷ്യൻസി. റൈറ്റ്, ഗുഡ്. സാറേ, ഈ അമിഗ്ഡലിന്റെ പിന്നെ ഇത് കുറഞ്ഞാല് എന്തൊക്കെ പ്രശ്നമാണ്? അത് ഓരോരുത്തരിലും വ്യത്യസ്തപ്പെട്ടതാണ് ഇരിക്കുന്നത്. ഞാന് മറ്റൊരു രീതിക്കല്ല ഞാൻ പറഞ്ഞത്. ഞാനിപ്പോ എന്റെ പ്രാർത്ഥന മാറ്റി വെച്ചിട്ടാണ് സാറിന്റെ ക്ലാസ്സിൽ കയറിയത്. അതേപോലെ പല അല്ല, അതാ ഞാൻ ആദ്യം തന്നെ പറയാം. ഞാൻ നിങ്ങളോടല്ല പറയുന്നത്.
ആ. ഞാൻ അങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങളോടും പറയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ട് നമ്മളോട് ഓരോരുത്തരോടും പറയും. ഒരിക്കലും ഞാൻ പേഴ്സണലി അല്ല ഇത് പറയുന്നത്. ഇത് നമ്മൾ പറയുന്നത് അങ്ങനെ പറയുന്ന, നമുക്ക് എപ്പോഴും തിരക്കാണ് എന്ന് നമ്മൾ പറയുന്ന നമ്മളുടെ, ഇപ്പൊ നിങ്ങളിപ്പോ ഇത് പറഞ്ഞല്ലോ, ഇപ്പൊ നിങ്ങളുടെ ഒരു ഒരു കാര്യങ്ങളെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി വേണ്ട ഒരു സമയം. അപ്പൊ ഈ പ്രയറിന്റെ ടൈം നിങ്ങൾ മാറ്റി വെച്ചിട്ട് പ്രയർ നിങ്ങൾക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതിന് നമ്മൾക്കൊരു സ്കെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അപ്പൊ നമ്മുടെ വർക്ക് ഒരിക്കലും, പ്രയർ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. അപ്പൊ പ്രയറിനെ നമ്മൾ മാറ്റി വെക്കുക എന്ന് പറയുന്നത് സമയത്ത് റീപ്ലേസ് ചെയ്ത് വെക്കാം. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ചെയ്യാം. ഓക്കെ, അത് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ക്ലാസ് ചിലപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് കേൾക്കേണ്ടി വരും. അപ്പോൾ ഇതിനെ ഒരു ദിവസത്തെ നമ്മൾ കൃത്യമായിട്ട് ഡീറ്റെയിൽ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ ഓരോ ആളുകൾ ഇപ്പൊ സമയം ചെലവഴിച്ച് ഇവിടെ ഇരിക്കുന്നത് പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടായിരിക്കും, 100% ഉറപ്പാണ്. പക്ഷെ ആ മാറ്റി വെക്കുന്ന എന്തിനാണെന്നറിയോ? അവിടെ ഇന്റൻഷൻ ക്രിയേറ്റ് ചെയ്യണം. എന്തിനാ മാറ്റി വെച്ചത്? നമുക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ട്. ഈ എനിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ സാധനം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ശരി സർ. മനസ്സിലായോ? അത് ഒരിക്കലും നമ്മളിവിടെ പേഴ്സണലി അല്ല ഉദ്ദേശിച്ചത് കേട്ടാ. ഇല്ല, പേഴ്സണലി എന്നുള്ളതല്ല ഞാൻ പറഞ്ഞ, ഇതേപോലെ ഓരോ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ ഓരോന്നിലും വേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഞാൻ മെൻഷൻ ചെയ്തത്. ഞാൻ അല്ലാതെ സാർ എന്നെ പറയുന്നു എന്നുള്ള ഒരു അവസ്ഥയൊന്നും വിചാരിച്ചിട്ടില്ല. യെസ്, ഓക്കെ ഓക്കെ ഫൈൻ. പിന്നെ എന്താണ് മറ്റേ ആള് ചോദിച്ചത്? എന്തായിരുന്നു? ഷിംലെ അത് അമിഗ്ഡലിന്റെ അമിഗ്ഡല അത് കുറഞ്ഞിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളും കൂടിയിട്ടുണ്ട്. ആങ്ഷൈറ്റി മാത്രമാണോ അതോ ഈ ലാക്ക് ഓഫ് എമ്പതി ഒക്കെ ഇതുകൊണ്ട് വരുന്ന പറയണ? ലാക്ക് ഓഫ് എമ്പതി എന്ന് പറയുന്നതിൽ ശരിക്കും അമിഗ്ദാലിനേക്കാളും കൂടുതൽ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് തന്നെയാണ്. അമിഗ്ദാല എന്ന് പറയുന്നത് ശരിക്കും എന്താ വെച്ചാൽ ഒരു മെയിൻ ആയിട്ടൊരു ഇമോഷണൽ പ്രോസസ്സിങ്. അതുപോലെ തന്നെ നമുക്ക് ഇമോഷണൽ പ്രോസസ്സിങ്ങിൽ ഇപ്പൊ ഫിയർ, ത്രെറ്റ് ഡിറ്റക്ഷൻ, മെമ്മറി, ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒക്കെ പല കാര്യങ്ങളും ഈ അമിഗ്ദാലയിൽ വരും. അമിഗ്ദാല എന്ന് പറയുന്നത് ചെറിയൊരു നമ്മുടെ ഒരു ആൽമണ്ട് ഷേപ്പ് ഒക്കെ ചെയ്യുന്ന ചെറിയൊരു സാധനം. വളരെ നമ്മൾ ടെമ്പോറൽ ലോബ് എന്ന് പറയും, ബാക്ക് സൈഡിൽ ടെമ്പോറൽ ലോബിന്റെ ആ ഒരു ഭാഗത്താണ് എന്ത് ചെയ്യുന്നത് ഈ അമിഗ്ദാല വരുന്നത്. അമിഗ്ദാല എന്ന് പറയുന്ന ആ ചെറിയൊരു ഷേപ്പിൽ ആ സാധനത്തിൽ നടക്കുന്ന പരിപാടി എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് പല കാര്യങ്ങളിലും ഉണ്ടെങ്കിൽ, ഇപ്പൊ മെമ്മറിന്റെ കുറച്ച് ഭാഗങ്ങൾ അമിഗ്ദാലയിലുണ്ട്, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്ങിന്റെ കുറച്ച് കാര്യം അമിഗ്ദാലയിലുണ്ട്, അതുപോലെ തന്നെ അതിലെ ഡിസിഷൻ മേക്കിങ്ങിന്റെ ചില ഭാഗങ്ങൾ, ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ പല കാര്യങ്ങൾ, നമ്മൾ ഒരു ടെൻഷൻ, നമ്മൾ ഈ ഒരു ANS എന്ന് പറയും, ഓട്ടോണമിക് നെർവസ് സിസ്റ്റം എന്ന് പറയും. അതായത് സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക്, ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലേ. നമുക്ക് ഒന്നെങ്കിൽ കൊത്താം അല്ലെങ്കിൽ തിരിച്ചോടാം എന്ന് പറയുന്ന, ഒന്നെങ്കിൽ അങ്ങോട്ട് അടി കൊടുക്കാം ഇല്ലെങ്കിൽ തിരിച്ചോടാം എന്ന് പറയുന്ന നമ്മളുടെ ഒരു സിസ്റ്റം ഉണ്ട്. ദേഷ്യം പിടിക്കാം, അതിനെ കൺട്രോളും ചെയ്യാം. അപ്പൊ ഇതിന്റെ ഒരു സിസ്റ്റം എല്ലാം കാര്യമായിട്ട് മാനേജ് ചെയ്യുന്ന ഒരാളാണ് ഈ പറയുന്ന അമിഗ്ദാല എന്ന് പറയുന്നത്. അപ്പൊ അതിൽ കാര്യമായിട്ട് വരുന്ന, ബേസിക് ആയിട്ട് വരുന്ന സാധനം ഫിയർ ആൻഡ് ത്രെറ്റ് ഡിറ്റക്ഷൻ ആണ്. ഇതാണ് കാരണം അവിടെ നമ്മുടെ ആങ്സൈറ്റിനെ കാര്യമായിട്ട് മാനേജ് ചെയ്യുന്ന ഒരാളാണ് ഈ പറയുന്ന അമിഗ്ദാല. അപ്പൊ അത് റെഡ്യൂസ്ഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആക്ടിവിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. റെഡ്യൂസ്ഡ് ആക്ടിവിറ്റി എന്ന് ഹൈപ്പർ ആക്ടിവിറ്റി അല്ല. ഇനി ഹൈപ്പോ ആക്ടിവിറ്റി, അത് വല്ലാണ്ട് കുറയുക. അങ്ങനെ കുറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബോധ്യമില്ലാത്ത ഒരാളെ, ഒരു കാര്യത്തിൽ നമുക്ക് കൃത്യമായ ബോധ്യം ഉണ്ടാവില്ല, കോൺഷ്യസ്നെസ് ഉണ്ടാവില്ല. അതാണ് അമിഗ്ദാലിന്റെ ആക്ടിവിറ്റി നല്ലോണം കുറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. താങ്ക് യു. ഹലോ ഡോക്ടർ. യെസ്, നമ്മുടെ 21st 22nd വെബിനാറിനെ കുറിച്ചിട്ടൊന്ന് പറയാം. നമ്മുടെ ഒരു ഫീമെയിൽസിന് വേണ്ടി മാത്രമായിട്ട് ഒരു ഇന്റൻഷൻ ആൻഡ് പർപ്പസ് സെറ്റിംഗ്, അതൊരു വർക്ക്ഷോപ്പാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു വർക്ക്ഷോപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ലേഡീസ് ഓൺലി ആണ്. അപ്പൊ അതിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോർഡിനേറ്റർ നിംസിനെ കോൺടാക്ട് ചെയ്താൽ മതി. അത് 2 days സെഷൻ ആണ്. 2 days ആണ്. 5 hours പ്രോഗ്രാം ആണ്. ഒരു ദിവസം 2 hour, സെക്കൻഡ് ഡേ 3 hour. കംപ്ലീറ്റ്ലി നമുക്ക് ഓൺലൈനിൽ ഉണ്ടായിരിക്കണം. അവിടെ ഒരു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കറിയാലോ, ആ ഒരു മെയിൽ ആൻഡ് ഫീമെയിലേക്ക് എടുക്കുന്ന സമയത്ത് മെയിലിൽ ഉണ്ടാവുന്ന ഇമോഷണൽ സിസ്റ്റവും ഇമോഷണൽ സെക്യൂരിറ്റിയും ഫീമെയിൽ ഉണ്ടാവുന്ന ഇമോഷണൽ സെക്യൂരിറ്റിയും ഭയങ്കര വ്യത്യാസമുണ്ട് ഇന്നത്തെ കാലത്ത്. പണ്ട് മുതലേ ഉണ്ട്. പക്ഷെ അതൊരു ഇവോൾവ് ചെയ്ത് വന്ന രീതി വളരെ നെഗറ്റീവായ രീതിയിലാണ് പ്രത്യേകിച്ച് സ്ത്രീകളിൽ കാണാം. അതുകൊണ്ട് തന്നെ നമുക്ക് റിലേഷൻഷിപ്പിലായിക്കോട്ടെ,
ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എവിടെയും ഭയങ്കര ഒരു വർക്ക് പ്രഷറായിട്ടും റിലേഷൻഷിപ്പിലും പ്രഷർ, എല്ലായിടത്തും പ്രഷറായിട്ട് ഒരു കാര്യവും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ലൈഫിൽ ഒന്നും ഒരു ഹാപ്പിനെസ് ഇല്ല, സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഇങ്ങനെ ഒരു സിസ്റ്റം പൊതുവെ ഫീമെയിൽസിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതൊക്കെ ഒരുപാട് റിസർച്ചേഴ്സിന്റെ ഭാഗമായിട്ട് തന്നെ കാണുന്ന കാര്യം. അപ്പൊ അതില് നമ്മളൊരു തുടങ്ങി വെച്ച ഒരു പ്രോഗ്രാമാണ് എന്താണ് മൈൻഡ് വോയേജ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. അപ്പൊ അതിൽ ഫീമെയിൽ ഓറിയന്റഡ് മാത്രമാണ്. ഫീമെയിൽസ് അതിൽ ഒരുപാട് ഏകദേശം 100-200 അടുത്ത ആളുകൾ തന്നെ അതിൽ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് മാക്സിമം ആളുകൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, എൻ്റെ ലൈഫിൽ എൻ്റെ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് എനിക്ക് നേടണം, എനിക്ക് സന്തോഷത്തെ എനിക്ക് നേടണം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ സെൽഫിൽ കുറച്ച് മാറ്റം കൊണ്ടുവരാനുണ്ട്, കുറച്ച് കാര്യങ്ങളും തിരുത്താനുണ്ട്. അപ്പൊ ആ തിരുത്തലുകളുടെ തുടക്കമാണ് ഈ പറയുന്ന ഇന്റൻഷൻ സെറ്റ് ചെയ്യുകയും ഇന്റൻഷൻസിനെ വാലിഡേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുകയും പർപ്പസിനെ സെറ്റ് ചെയ്തുകൊണ്ട് ലൈഫിന്റെ സ്ട്രക്ചർ നമ്മളൊന്ന് ഓൺ ആക്കി തുടങ്ങും. അപ്പൊ അതിന്റെ 2 days വർക്ക്ഷോപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന ഓൺലൈൻ ആണ്, കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ്. നമ്മൾ ഓഫ്ലൈൻ സെഷൻസും ഉണ്ടാവും. അതിന് ശേഷം ഓൺലൈൻ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. അത് 21st 22nd ആയിരിക്കും നമുക്ക് പ്രോഗ്രാം വരുന്നത്. അപ്പോൾ നിംസി നമ്മൾ കോർഡിനേറ്റർ ആണ്, കോൺടാക്ട് ചെയ്താൽ മതി. കൂടുതൽ ഇൻഫോർമേഷൻസ് അതിലൂടെ കിട്ടും. ഓക്കെ, ഞാൻ ചാറ്റിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്കും എന്റെ കോണ്ടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതിൽ വന്ന് കോണ്ടാക്ട് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻസ്. ഇനിയും നമ്മൾ എല്ലാ തിങ്കളാഴ്ചകളിലും ഇങ്ങനത്തെ പല ടോപ്പിക്കുകൾ ഉണ്ടാവും. തീർച്ചയായിട്ടും എല്ലാവരും വരിക. പിന്നെ ഇന്ന് നമ്മൾ പറഞ്ഞില്ലേ ഒരു ചേഞ്ച്, ആ ചെറിയ ചേഞ്ചിന് വേണ്ടിയിട്ട് എല്ലാവരും മനസ്സിൽ നല്ലൊരു ഇന്റൻഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് തുടങ്ങുക. നാളെ ഒരു ദിവസത്തിന്റെ ഒരു ചെറിയൊരു സമയം എക്സ്ട്രാ എടുത്തിട്ട് കുറച്ച് നേരത്തെ എണീറ്റിട്ട് ഒരു മൈൻഡ്ഫുൾ ആയിട്ട് എണീക്കാൻ പറ്റുന്നുണ്ടോ? എണീറ്റ ഉടനെ തന്നെ ഇറങ്ങി നമ്മുടെ ജോലികൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മളൊന്ന് ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയാലേ കോൺഫിഡൻസ് വരുള്ളൂ. കോൺഫിഡൻസ് ഒരിക്കലും ചെയ്യുന്നതിന് മുമ്പ് വരത്തില്ല, ചെയ്ത് തുടങ്ങുമ്പോഴാണ് കോൺഫിഡൻസ് വരിക. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. Good night. Thank you, sir.